السلام عليكم. إن الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സൂറത്ത് സുമറിലെ 22ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പതിനേഴാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഒരുമിച്ച് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباده الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب أفمن حق عليه كلمة العذاب لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد. ألم تر أن الله أنزل من السماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. أفمن شرح الله صدره للإسلام وهو على نور من ربه. 21ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യം എന്തായിരുന്നു? 21 അതില് കുറെ ഗുണപാഠങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഓർമ്മണ്ടല്ലോ പഠിച്ചത്. അപ്പൊ അലം തറ എന്ന് പറഞ്ഞ് ഒരു കാര്യം അള്ളാഹു ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്, തറ എന്ന് പറഞ്ഞാല് നീ കാണുന്നതാണ്. റഅ യറ തറ. അലം തറ നീ കാണുന്നില്ലയോ, നീ കാണുന്നില്ലയോ എന്ത്? അന്നല്ലാഹ അൻസല മിനസ് സമാഇ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് കാണുന്നില്ലയോ എന്ന് വെച്ചാൽ ആ കാണുന്നുണ്ട്. നല്ലോണം കണ്ടല്ലോ നമ്മൾ, മഴ നല്ലോണം അക്ഷരായിട്ട് കണ്ടു. അപ്പം ഈ കാഴ്ചയാണ് അവിടെ ഉദ്ദേശിച്ചത്. നീ കാണുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ഈ മഴ വീണ കാണില്ല എന്നുള്ള അർത്ഥത്തിലാണോ? ആണോ? അല്ല. പിന്നെന്താ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അവിടെ അലം തറ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ സംഭവത്തിലൊക്കെ വലിയ പാഠമുണ്ട്, വലിയ ഗുണപാഠങ്ങളുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യം. നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതല്ല. ബാഹ്യമായ കണ്ണുകൊണ്ട് മഴ പെയ്യുന്നത് കാണും, കണ്ണുള്ളവരെല്ലാവരും മഴ വീണ് കാണും, ആകാശത്താണെന്നും കാണും. പിന്നെ സംശയം അള്ളയാണോ കേൾക്കണം എന്നുള്ള വിഷയമുള്ളൂ. അത് അതിന്റെ ഭാഗമായിട്ട് അള്ളാഹു തആല പാഠമായിട്ട് എടുത്തു പറഞ്ഞ സംഗതിയാണ്. അതിൽ നമ്മൾ 7 സന്ദേശങ്ങൾ പറഞ്ഞില്ലേ, മറന്നുപോയാ? ഒരു തഫ്തീഷ് അസ്സാബിഖ അതോടുകൂടി തുടങ്ങാച്ചിട്ടാണ് നമ്മുടെ ഒരു മുന്നറിവ്, പരിശോധന. എന്നിട്ട് ബാക്കിയിലേക്ക് വരാന്ന് നൽകാം, അല്ല മറ്റൊന്നല്ല. ഒരുമിച്ചുള്ള ഓരോരുത്തരോടുള്ള ചോദ്യമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ദഹിനിൽ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയുണ്ട്. അപ്പൊ നമ്മളെ അവിടെ പറഞ്ഞത് എത്ര പദങ്ങളാണ് ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി പ്രയോഗിച്ചത്? നോട്ട് നോക്കാതെ പറയണം.
നോട്ട് നോക്കരുത്. 7 പദങ്ങളാണ് പ്രധാനമായും അല്ലെ. ഏതൊക്കെയാണ്? മാ, മത്തറ്, സമാഹ്. പിന്നെ നമ്മൾ അതിന് കൂട്ടണ്ട സമാഹ്, അതല്ലാതെ സമാഹ് ഒഴികെ. പിന്നെ വൈസ്, വാബില്, റഹ്മത്ത്, മത്തർ പറഞ്ഞു, തൊല്ല്, ഒന്നുകൂടി ഉണ്ട് സ്വയ്യബ്. 7 തരം മഴ. 7 തരം മഴ. 7 തരം മഴ പെയ്യുണ്ടെന്നാ പറഞ്ഞത്. അത് പഠിച്ചു നോക്കണം. ഖുർആനാണ്, അല്ലാതെ ശാസ്ത്രമൊന്നുമല്ല. ഖുർആനിൽ അലംതറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നില്ലെന്ന് ചോദിച്ചാൽ ഒന്നാമതായി എത്ര തരം മഴ ആകാശത്ത് വരുന്നുണ്ട്? 7 എണ്ണം വരുന്നുണ്ട്. 7 തരം മഴ, ഒന്നല്ല. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മാഹ്. മാഹ് എന്ന് പറഞ്ഞത് മൊത്തത്തിൽ പെയ്യുന്ന എല്ലാ മഴക്കും ആണ് എന്ത് പറഞ്ഞത്? മാഹ്. അത് 200 എത്ര തവണ? 263 അല്ലെ? 263 തവണയാണ് ഖുർആനിൽ മാഹ് എന്നുള്ള വാക്ക് വന്നത്. അപ്പം അതിൽ മഴ എന്ന അർത്ഥത്തിൽ എത്ര തവണ വന്നു? നോട്ട് തന്നല്ലേ? 35 തവണ വന്നു. 263 തവണ മാഹ് എന്നുള്ള വാക്ക് ഖുർആനിലുണ്ട്. മനസ്സിലായില്ലേ? അത് വെള്ളം എന്ന അർത്ഥത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ മഴ എന്ന അർത്ഥത്തിൽ വന്നത് എത്ര സ്ഥലത്താ? 35 സ്ഥലത്താ വന്നത് ഖുർആനിൽ വന്നത് മാഹ്. ശരി, രണ്ടാമത്തെ വാക്ക് എന്താണ്? മത്തർ. അത് ഏതാ സാധനം? മത്തർ എന്നുള്ള മഴ ഏതാ? ഏത് തരം മഴയാണ്? ശിക്ഷയായിട്ട് പെയ്യുന്ന മഴ. ഖുർആനിൽ 15 തവണയാണ് മത്തർ, അംതറ, മത്തർന എന്നൊക്കെ പ്രയോഗിച്ചത്. അത് മുഴുവൻ എന്താണെന്നറിയോ? ശിക്ഷയായിട്ട് പെയ്ത മഴക്കാണ് മത്തർ എന്ന് ഖുർആനിൽ പറഞ്ഞത്. 15 സ്ഥലം പരിശോധിച്ചാൽ അത് കിട്ടും. ശിക്ഷയായിട്ട് മുന്നറിയിപ്പായിട്ട് വന്ന മഴ. അംതർന അലൈഹ, അംതറ എന്ന് പറഞ്ഞാൽ മത്തർ പെയ്യിപ്പിച്ചു ക്രിയാണ്. ഹിജാറത്ത്, വെള്ളമല്ല വന്നത്, പച്ചവെള്ളമല്ല വന്നത്, പിന്നെന്താ വന്നത്? കല്ലുമഴ. ഹിജാറത്ത് മഹൂദ്. മഴ പെയ്തു, പക്ഷെ വന്നത് വെള്ളമല്ല, പിന്നെന്താ? കല്ലായിരുന്നു വന്നത്. അപ്പൊ ഖുർആനിൽ മത്വറ എന്ന് അതുമായി ബന്ധപ്പെട്ട് വന്ന 15 സ്ഥലവും എന്തിനു വേണ്ടിയാണ്? ശിക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ മഴക്കാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഖുർആൻ എങ്ങനെ കാണാം? പിന്നെ 3 വൈസ്. അത് ഏത് തരം മഴയാണ്? അതെ, അതാണ് വൈസ്. മഴ കിട്ടാതെ നിരാശപ്പെട്ട് ഇടങ്ങേറായി, വരൾച്ച ബാധിച്ച് ജീവജാലങ്ങളൊക്കെ ചത്തുപോയി, ജന്തുക്കളൊക്കെ ചത്തൊടുങ്ങി, അങ്ങനെ ആകെ വെള്ളം കിട്ടാതെ കണ്ട് ഇടങ്ങേറായിട്ട് ആ സമയത്ത് അല്ലാഹു തആല എന്ത് പെയ്യിപ്പിക്കും? മഴ വർഷിപ്പിക്കും. ആ മഴക്ക് പറഞ്ഞ പേരാണെന്ത്? വെള്ളം കിട്ടാതെ നിരാശപ്പെട്ട് കഴിയുന്ന സമയത്ത് അള്ളാഹ് വർഷിപ്പിക്കുന്ന മഴക്ക് പറഞ്ഞ പേരാണ് ഖുർആനിലെ വൈസ്. അതിന്റെ അർത്ഥം എന്താ? സഹായം എന്നാണ്. വൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സഹായം എന്നാണ്. ഉറപ്പല്ലേ? ഇപ്പൊ നമ്മള് പിന്നെ സലാത്ത് ഇസ്തിസ്ഖാ ഒക്കെ നടത്തി, മഴയ്ക്ക് വേണ്ടി നിസ്കാരമൊക്കെ നടത്തി, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കുമ്പോ എന്താ പറയല്? അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസൻ, അല്ലേ? മരീഅൻ മുരീൻ. അത് പഠിച്ച ഓർമ്മല്ലേ? അല്ലാഹുമ്മ അഗിസ്നാ എന്ന് പറയാം, അല്ലേ? അല്ലാഹുമ്മ അഗിസ്നാ ഗൈസാ. അപ്പൊ വൈസ് എന്ന് പറഞ്ഞത് ഏതൊരു മഴക്കാണ്? മഴ കിട്ടാതെ ഇടങ്ങേറായി പ്രയാസപ്പെട്ട് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോ അങ്ങനെ അള്ളാഹു പെയ്യിപ്പിക്കും മഴ. അതിനെന്ത് പറയാ? വൈസ് എന്ന് പറയാം. പിന്നെ റഹ്മത്ത്. റഹ്മത്ത് മഴയ്ക്ക് വേണ്ടി പ്രയോഗിച്ച 4ാമത്തെ വാക്ക് റഹ്മത്ത്. ഏതാ? അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് പെയ്യാം, ഒരു പ്രത്യേക സ്ഥലത്ത് വർഷിക്കാം. ഇപ്പൊ പിന്നെ തലശ്ശേരിയിൽ പെയ്തു, മാഹിയിൽ പെയ്തില്ല, അല്ലെങ്കിൽ കോഴിക്കോട് പെയ്തു, ഫറോക്കിൽ പെയ്തില്ല, പരപ്പനങ്ങാടിയിൽ പെയ്തു, താമൂര് പെയ്തില്ല. അങ്ങനെ ചില മഴ അങ്ങനെ ഉണ്ടാവും ചില പ്രത്യേക സ്ഥലത്ത്. ആ മഴക്ക് പറഞ്ഞ പേരാണെന്ത്? റഹ്മത്ത്.
അത് ഖുർആനിൽ എന്ന് പറയുന്നത് സൂറത്ത് അറാഫ് 57-ാമത്തെ ആയത്തിൽ കാണാം. ഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തി. ആ റഹ്മത്തിന്റെ അർത്ഥം എന്താ? മഴ. ഹുവല്ലദീ യുർസിലു റിയാഹ, അല്ലാഹ് കാറ്റിനെ അയക്കുക. അതായത് പിന്നെ ഹത്താ ഇദാ അഖല്ലത്ത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്തിൻ. ആ മഴക്കാണ് എന്ത് പറയാ? റഹ്മത്ത് എന്ന് പറയാം. അതായത് മേഘം വെള്ളത്തെ വഹിക്കും. വലിയ പിന്നെന്താ പറയാ, വലിയ ഒരു ചാക്ക് പോലെ, ഒരു വലിയ ഒരു ദശലക്ഷക്കണക്കിന് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റിയ അത്രയും വെള്ളം എന്തു വഹിക്കും? ഒരു വലിയ കവർ പോലെ മേഘത്തിനുള്ളിൽ വെള്ളമാണ് നടക്കും പഠിച്ചത്. അങ്ങനെ ആ മേഘം ഭാരമുള്ളതായി. എന്നാല് ആ വെളുത്ത മേഘം എന്തായി? കറുത്ത മേഘമായി. വെള്ളം നിറഞ്ഞു, മേഘത്തിന്റെ ഉള്ളിൽ വെള്ളം നിറക്കുകയാണ്. എന്നിട്ട് അതെന്ത് ചെയ്യും? കാറ്റിനുണ്ടായപ്പോ അപ്പൊ ഈ കാറ്റെന്ത് ചെയ്യും? ഈ മേഘത്തെ സുഖനാഹു ലിബലദിൻ മയ്യിത്തിൻ, ആവശ്യമുള്ളടത്തേക്ക് അത് കൊണ്ടുപോകും, ചില പ്രത്യേക ബലത്തിലേക്ക്, നാട്ടിലേക്ക്. എന്നിട്ട് അത് വർഷിക്കും. ആ മഴക്ക് എന്ത് പറഞ്ഞത്? റഹ്മത്ത് എന്ന് പറഞ്ഞു. അതാണ് ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി എന്ന് പറഞ്ഞത്. അതാണ് മഴക്ക് റഹ്മത്ത് എന്ന് പറയാനുള്ള കാരണം. പിന്നെ അടുത്തത് വാബിൽ എന്താ? പേമാരി. തൊല്ലെന്താണ്? ചാറൽ മഴ. ശക്തമായി പെയ്യുന്ന മഴക്ക് വാബിൽ എന്ന് പറയും. ചാറൽ മഴ ആണെങ്കിൽ എന്ത് പറയും? അവിടെ മാത് മാത്രം എന്നല്ല പറയാം. എന്താ പറയാ? ചാറൽ മഴക്ക് എന്ത് പറഞ്ഞാൽ മതി? തൊല്ല് എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? ജലദോഷം പനിയൊക്കെ ഉണ്ടാകുന്ന ആ മഴക്ക് എന്താ പറയാ? തൊല്ല് എന്നാ പറയാ. പിന്നെ സ്വയ്യിബ്. സ്വയ്യിബ് എന്താ? ഏത് മഴയാണ്? ചെറിയ മഴ. ഇടിയും മിന്നും ഇരുട്ടലും കൂടി ഇരുളടഞ്ഞു വരിക. ആകാശത്ത് വർഷിക്കുന്ന സ്വയ്യിബ് പോലെ. ഫീഹി ഉലുമാത്തുൻ, ആകെ ഇരുട്ടായിരിക്കും. റഅദുൻ വബർഖുൻ, ഇടിമിന്നലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇടിമിന്നലുകളോട് കൂടി ആകെ ഇരുളടഞ്ഞു വരുന്ന മഴക്ക് എന്താ പറയാ? അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പറഞ്ഞത്. മഴ വർഷിക്കുമ്പോൾ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. സ്വയ്യിബിനെ നാഫിയാക്കി കൊണ്ട് പഠിച്ചോനെ, ഉപകാരമുള്ളതാക്കി കൊണ്ട് പഠിച്ചോനെ. ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് സംഭവമാണ്. ഇടിമിന്നൽ എന്ന് പറഞ്ഞാല് ഇടിമിന്നൽ ഉണ്ടായിട്ട് പെയ്യുന്ന മഴ സാധാരണ മഴ അല്ല. അതില് ഭയങ്കര പാടങ്ങൾ വേറുണ്ട്. അതായത് ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ സംയുക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന N2 നല്ല നമ്പർ വളമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് അത് ഖുർആനിൽ പറഞ്ഞതാണ്. ഇടിമിന്നലുകൾ ഉണ്ടായിട്ട് കൂടെ മഴ വർഷിക്കുമ്പോൾ ഈ നൈട്രജൻ സംയുക്തം മഴയുടെ ഭൂമിയിലേക്ക് വരും. നല്ല നമ്പർ വളമാണ്. ഇപ്പൊ കാട്ടിലൊക്കെ കണ്ടിരിക്കണം ഓരോ മരത്തിന്റെ വണ്ണം. ഇതിൽ ഒരാൾ വളമിട്ട് കൊടുക്കാതെ വലിയതാണ്. അത് അള്ളാഹുത്തല ഇട്ട് കൊടുത്ത വളമാണ്. ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോഴുള്ള നൈട്രജൻ ആ അന്തരീക്ഷത്തിൽ രൂപപ്പെടുകയും മഴ വർഷിക്കുമ്പോൾ മഴയുടെ ഒഴുകത്തത് ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യും. അത് പറഞ്ഞു ഖുർആനിൽ. ഒരു ബാക്കി അങ്ങനെ നിർജീവമായ ആ മണ്ണിനെ നാം ജീവനുള്ളതാക്കി മാറ്റിയതാണ്. അതാണ് ആ സ്വയ്യിബ്. അപ്പൊ ഇടിമിന്നുണ്ടായാല് അപകടം ഉണ്ടാവും. പാടത്ത് ആടിനെ കെട്ടാൻ പോയ സ്ത്രീ ഇടിമിന്നലേറ്റ് മരിച്ചു, മിന്നേറ്റ് മരിച്ചു, മിന്നു തട്ടി രണ്ടാൾ മരിച്ചു എന്നൊക്കെ പറയണ്ട. അപ്പൊ ആ സ്വയ്യിബിൽ എന്തുണ്ടാകാൻ പാടില്ല? ഇടിമിന്നലൊന്നും ഉപകാരത്തിന് മാത്രം. കാരണം ആ ഒരു ഉപകാരം കിട്ടണം. അത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പറയാനുള്ള കാരണം. ആ ആയത്താണ് നമ്മൾ തൊട്ടുമുടി പഠിച്ചത്. ഇനി അതിൽ പഠിക്കാനുള്ള പാഠം. അപ്പൊ ഈ 7 തരം മഴ 7 തരം സന്ദേശം നൽകുന്നു അല്ലെ? ഓർമ്മല്ലേ? നോട്ട് കയ്യിലില്ലേ? ഖുർആനിൽ 7 തരം മഴ 7 തരം മഴ ഭൂമിയിൽ വർഷിക്കുന്നു. ആ 7 തരം മഴ നൽകുന്ന 7 സന്ദേശങ്ങൾ. ഒന്നെന്താ? അള്ളാഹുവിന്റെ ഏകത്വം. അള്ളാഹുവിന്റെ ഏകത്വം. ആയത്ത് ഓർമ്മണ്ടല്ലോ പറഞ്ഞത്. 2, ഖുർആനിലെ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഒന്നാമത്തത് അള്ളാഹിന്റെ ഏകത്വം തന്നെയാണ്. തൗഹീദ് തന്നെയാണ്. അള്ളാഹു ദൃഷ്ടാന്തമായി ആയത്തായി എടുത്തു പറയുന്ന ഓരോ ആയത്തുകളും, അള്ളാഹു ദൃഷ്ടാന്തമായി എടുത്തു പറയുന്ന ഖുർആനിലെ ഓരോ വചനങ്ങളും, അതാണ് ആയത്തായി എടുത്തു പറയുന്ന ആയത്ത് പറയാൻ കാരണം. അതിലൊക്കെ സന്ദേശത്തിൽ ഒന്നെന്തായിരിക്കും? അള്ളാഹുവിന്റെ ഏകത്വമായിരിക്കും. പിന്നെ 2, ജീവിതത്തിന്റെ അള്ളാഹുവിന്റെ ജീവൽ പ്രക്രിയ. അത് ഇണകൾ എന്ന സംവിധാനം ഖുർആനിലെ ആയത്തിലുള്ള. പിന്നെ 3, ദുനിയാവിന്റെ ഉദാഹരണം. പിന്നെ 4, പുനരുദ്ധാരണം, പിന്നെ ശുദ്ധീകരണ പ്രക്രിയ. പിന്നെ
ശുദ്ധീകരണ പ്രക്രിയ. നല്ല മഴ വരും. ഇപ്പൊ ഡെങ്കിപ്പനി ഇല്ല, എന്റെ ചെക്കുമുനിയിൽ ഒന്നുമില്ലല്ലോ. ഇപ്പൊ മഴയുടെ പേരൊക്കെ ഒലിച്ചു പോയല്ലോ. പടച്ച ശുദ്ധീകരിക്കുക. പടച്ച ശുദ്ധീകരണ പ്രക്രിയ മഴ, ഭൂമിയെ ശുദ്ധീകരണം. നമ്മൾ പറയും മഴക്കാലം വന്ന് രോഗങ്ങളും വന്നു, അതായത് നമ്മളെ തരാറാണ്. നമ്മളുള്ള ഓടകളൊക്കെ എല്ലാം അടച്ചു വെച്ച് ആകെ ബന്ധാക്കിയിട്ട് മലിനീകരണം കെട്ടുന്നത് ഉണ്ടാവുന്നതാണ്. പടച്ചോമ്പറ യുദ്ധഹിറക്കുന്നതാണ്. അൻസല്ല മിനസമായി മാൻ തൊഹൂറ, തൊഹൂറായ വെള്ളം ആകാശത്ത് നടക്കണേ. കുടിക്കാം, ഊറുണ്ടാക്കാം, കുടിക്കൊക്കെ ചെയ്യാം. തൊഹൂറായ വെള്ളമാണ് അള്ളാഹ് പറഞ്ഞ ഖുർആനിൽ. അത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. മനസ്സിലായില്ലേ? നല്ലോണം പെയ്താണ്ട് ഒലിച്ചാണ്ട് പോയപ്പോ എല്ലാ കെട്ടും പൊട്ടി പോയല്ലോ. ഇപ്പോ എല്ലാ മലിനജലം, എല്ലാ ഓടകൾ അടഞ്ഞ ഓടൊക്കെ തുറന്ന് താനെ വെള്ളം പോയില്ലേ. അപ്പൊ എന്തായി നോക്കിങ്ങൾ? ഇപ്പൊ പേപ്പറിൽ ഒപ്പില്ലല്ലോ. ഇപ്പൊ ഒരാഴ്ച ആയിട്ട് നിങ്ങൾ, രണ്ടാഴ്ച ആയിട്ട് നിങ്ങൾ നോക്കി പേപ്പറിൽ എവിടെയില്ല. മറ്റേതെന്താ, മഴ പെയ്ത സാധാരണ ഉണ്ടാല് അവിടെ ഇവിടെ കുറെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാല്. ഇപ്പൊ ഒന്നും കേൾക്കാനില്ല. അങ്ങനല്ലേ? നിങ്ങളാരെയും കേട്ടില്ല? കഴിഞ്ഞ മഴക്കാലത്തൊക്കെ എന്തുണ്ടായിരുന്നത്? എത്ര ആൾ ഡെങ്കിപ്പനി പിടിച്ച്, ചിക്കുൻപനി പിടിച്ച് എത്ര ആളാ മരിച്ചിരുന്നത്? പ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പടച്ചം കൊണ്ടേ നന്നായിട്ടാണ് പെയ്ത് നല്ല ഭൂമി നന്നായി പടച്ചനെ ശുദ്ധീകരിച്ചു. മനസ്സിലായി പറഞ്ഞ ഇപ്പൊ ശുദ്ധീകരണ പ്രക്രിയയുടെ മഴ. പിന്നെ അടുത്ത് അള്ളാഹുവിന്റെ ശിക്ഷ. പിന്നെ ഇങ്ങുണ്ട് കർമ്മങ്ങളെ കുറിച്ചാണ്. കർമ്മങ്ങളുടെ സ്വീകാര്യത. കർമ്മങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ്. അത് ഒരു മേട് പ്രദേശത്ത് ഒരു വാബിൽ പെയ്തു, ഒരു പേമാരി. അത് പേമാരി പെയ്താൽ, നല്ല മഴ പെയ്താൽ ഇരട്ടി കിട്ടും. ഇനി ആ മേട് പ്രദേശത്ത് പേമാരി ഇല്ല, തൊല്ല് മതി, ചാറൽ മഴ മതി. കാരണം അവിടെ ഊട്ടിയിൽ നല്ല ഭയങ്കര മഴ പെയ്യണമെന്നില്ല. പിന്നെന്ത് മതി? ഒരു ചാറൽ. മേട് പ്രദേശം ഉയർന്ന പ്രദേശം, അവിടെ എന്ത് മതി? ഒരു ചാറൽ മഴ മതി, ഫത്വല്ല്. ഇതാണ് കർമ്മങ്ങൾ. ഇപ്പൊ നല്ല മനസ്സുള്ള ആളുകൾക്ക് മനുഷ്യന്റെ മനസ്സ് നോക്കിയിട്ടാണ് പഠിച്ച അമലുകൾ സ്വീകരിക്കുക. ഇന്നമൽ അമൽ ബിനിയാത്തിന്റെ ആശയം അതാണ്. അപ്പൊ നല്ല മനസ്സുള്ളവരെ കുറച്ച് അമൽ ചെയ്താൽ മതി. അതാണ് ആ ഒരു ചാറൽ മഴ, അത് മതി. ഇനി നല്ലോണം നല്ല മനസ്സുള്ള നല്ലോണം ചെയ്യുകയാണെങ്കിൽ ഇരട്ടി കിട്ടും. അതേസമയം ചില ആൾക്കാര് കണ്ടമാനം ചെയ്തു, പക്ഷെ ഒരു കാര്യമില്ല, പട്ടപ്പൂജ ചെയ്യും. കാരണം എന്താ? ഈ ചെയ്ത അമലൊക്കെ ഒന്നനം തന്നെ ഉണ്ടാവും, ബാത്തിലാക്കി ഉണ്ടാവും. അതിനാണ് അല്ലാഹു തആല ഒരു വാബിൽ എവിടെ പെയ്തു? തുറാബുൻ, സഫ്വാൻ. സഫ്വാന്റെ മേലെ എന്തുണ്ട്? എന്താ സഫ്വാന്? മൊട്ടക്കുന്ന്, മിനുസമായ ഒരു കുന്ന്. ആ കുന്നിന്റെ മേലെ അല്പം തുറാബ്, അതിന്റെ മേലെ വാബിൽ ചെയ്തെന്തുണ്ടാവും? വാബിൽ പേമാരിയാണ്. മിനുസമായ ഒരു കുന്നിന്റെ മേലെ കുറച്ച് മണ്ണുണ്ട്. ഈ തുറാബ് ഫഅസാബഹു വാബിൽ ഫതറക്കഹു സ്വൽദാ. മഴ പെയ്തപ്പോൾ എന്തായി? ആ മണ്ണങ്ങൾ ഒലിച്ചു പോയി, ആ കുന്നിന്റെ മിനുസമായ ഭാഗങ്ങളൊക്കെയാണ്. ഇതേപോലെയാണ് എന്ത്? കർമ്മങ്ങള് നഷ്ടപ്പെടുത്തി കളയുന്ന ആൾക്കാരുടെ കാരണം. മനസ്സിലായി പറഞ്ഞേ? കുറച്ച് കാലൊക്കെ ചെയ്തു, പക്ഷെ അതിന് മേലാക്കം ചെയ്ത് പോന്നാലും പോയി, അതൊക്കെ ചെയ്തതൊക്കെ പത്തില്. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 7 ഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ 7 കാര്യങ്ങളാണ്. അതിൽ അഖീദയുണ്ട്, വിശ്വാസമുണ്ട്, അമൽ കർമ്മങ്ങളുണ്ട്, അതേപോലെ തന്നെ മനുഷ്യന്റെ അഖ്ലാഖ് സ്വഭാവ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന വമ്പിച്ച ദൃഷ്ടാന്തങ്ങളാണ് ഇന്ന് നൽകുന്നത്, ഈ മഴ എന്ന സന്ദേശം നൽകുന്നത്. അതാണ്, അതിൽ ഒന്നാണ് ഈ ആയത്തിൽ പറഞ്ഞ പിന്നെ സലക്കഹു യനാബിഅ ഫിൽ അർളി, പിന്നെ ثم يخرج به زرعا مختلفا الوانه ثم يهيج فتراه مصفرا ثم يجعله حطاما ان في ذلك لذكرى لأولي الألباب. ഗുണപാഠമുണ്ട് എന്ന് പറയാനുള്ള കാരണം ശരി. അപ്പൊ അതിലെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ എടുത്തു പറഞ്ഞ ആ ഒരു ഉദാഹരണമാണ് ഈ ആയത്തിൽ അതാ പറഞ്ഞത്. എന്താ? ഈ ഐഹിക ലോകത്തിന്റെ ഉദാഹരണമാണത്. കാരണം മനുഷ്യന് പിന്നെ നല്ല ആരോഗ്യമുണ്ട്, നല്ല പച്ചപ്പുണ്ട്, ആ സമയത്ത് മനുഷ്യന് വേണ്ടാത്തൊക്കെ ചെയ്യും. അവസാനം ഒരു അള്ള ഉദാഹരിക്കണം, മഴ പെയ്തപ്പോ നല്ലോണം ചെടികളാണ് വളർന്നുണ്ടായി, നല്ല കായ്കനികൾ ഉണ്ടായി. കുറച്ചത് കഴിഞ്ഞപ്പോൾ മഞ്ഞ വർണ്ണമായി, അങ്ങനെ തറാവ് മുസ്ഫറ സുബൈജിയുടെ കുത്താമൈക്കോലെ. ഇതേപോലെ ഏതൊരു മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. ആ കാലത്ത് കഴിയുമ്പോൾ അതോടുകൂടി തീർന്നു, പിന്നെ അവിടെ ഒന്നുമില്ല, ഒരു ചപ്പ് ചവറ് പോലെ ഒന്നല്ലാതെയായിട്ട് മനുഷ്യൻ മാറി. ഇതിന് ഒരു ഉദാഹരണമാണ് അല്ലാഹു തആല വിചാരിച്ചു. ശരി, അതിനുശേഷം അല്ലാഹു പറഞ്ഞു അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. എന്താ പറഞ്ഞേ? അഫമൻ, അർത്ഥം പറഞ്ഞു. അഫമൻ, അപ്പോൾ യാതൊരുവനാണോ? അഫമൻ ശറഹല്ലാഹു, അല്ലാഹു വിശാലം നൽകി, സദ്റഹു
അവന്റെ ഹൃദയത്തിന് ലിൽ ഇസ്ലാം, എവിടേക്ക്? ഇസ്ലാമിലേക്ക്. ഇസ്ലാമിലേക്ക് ഒരാളുടെ ഹൃദയത്തിന് അല്ലാഹു വിശാലത നൽകി. അവൻ പിന്നെ അപ്പോൾ അവൻ അലാ നൂരിൻ മിൻ റബ്ബിഹി, എന്താർത്ഥം? അവന്റെ നാഥനിൽ നിന്നുള്ള പ്രകാശത്തിന്മേലാകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളും, ഇനി അതിന്റെ മുഖാറനം അടുത്ത ബാക്കി വരാൻ പോകും, പഠിക്കാൻ അതിന്റെ ബാക്കിയതാണ്. അത് രണ്ടാളുകളെ അല്ലാഹു തആല ഇവരെ തുലനം ചെയ്യണം. രണ്ടു തരം. അതിൽ ഏതിലാണ് നമ്മൾ പെടുക നോക്കേണ്ടത്? ഒന്ന്, അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ പ്രകാശത്തിൽ, നമ്മൾ കഴിഞ്ഞ വിശദീകരിച്ച ഓർമ്മണ്ടല്ലോ, ആ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇസ്ലാമിനോട് കൊടുത്തു. ആ ഇസ്ലാം അവന്റെ ഹൃദയത്തിലുണ്ട്. ആ പ്രകാശത്തിൽ ജീവിച്ചു പോകുന്ന ഒരാൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ആയത്തിൽ ഓർമ്മല്ലേ? ആ നൂറുമായി എന്താണ് ആ നൂറ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ നൂറ് അവസാനം നമ്മൾ പറഞ്ഞത്, നൂറ് എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവും? റബ്ബന അത്തിമിം ലനാ നൂറന, പറഞ്ഞ ഓർമ്മല്ലേ? അതായത് ഈ നൂറ് നാളെ പരലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂടുമ്പോൾ അവരെ മുന്നിലും വലതുഭാഗത്തും എന്തുണ്ടാകും? ഈ നൂറുണ്ടാകും. ആ നൂറിന്റെ പിന്നാലെ അവർ നടക്കും. അപ്പൊ അവരെ പിന്നാലെ മുനാഫിക്കുകൾ വരും. ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ, ഒരു പള്ളിയിൽ നിസ്കരിച്ചവർ തന്നെ. അല നക്കും മണക്കും, നമ്മൾ ഒരുമിച്ചല്ലായിക്കൊന്ന് ചോദിക്കും. നക്തബിസ്മി നൂരിക്കും, നിങ്ങളെ നൂറ് കുറച്ച് ഞങ്ങൾ കൊടുത്തിരിക്കട്ടെ എന്ന് ചോദിക്കും. അത് ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ ഇവരോട് പറയും, എന്താ പറയാ? ഇറിച്ചുകു വറാഹക്കും, പിന്നിലേക്ക് മടങ്ങിക്കോ, ദുനിയാവിലേക്ക് മടങ്ങാൻ പറ്റുമോ? ഫൽതമിസു നൂറ, അവിടുന്നാണ് ഈ നൂറ് തേടേണ്ടത്. ഈ നൂറ് ഇവിടുന്ന് കൊണ്ടോട്ടതാണ്. ദുനിയാവിൽ നിന്ന് നൂറ് കണ്ടെത്തി ഇവിടുന്ന് കൊളുത്തി കൊണ്ടുപോകണം. അത് അവിടെ ചെന്നിട്ട് യാചിക്കേണ്ട, ഇരക്കേണ്ട ഗതി വരാൻ പാടില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. അതാണ് ആയത്ത്. അപ്പൊ ആ നൂറ് ഒരാൾക്ക് അല്ലാഹു തആല ഒരാൾക്ക് ആ നൂറ് കൊടുത്തിട്ട് ആ നൂറുമായി ജീവിക്കുന്ന ഒരാൾ. ഇനി ബാക്കി നോക്കാം. അപ്പൊ അങ്ങനെ അല്ലാഹു ഒരാൾക്ക് ഹൃദയത്തിന് വിശാലത നൽകി നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂടുമ്പോൾ റബ്ബനാ അതിമിം ലനാ നൂറന, അതിന്റെ അർത്ഥം ഞങ്ങളെ നൂറ് അതിമിം ലനാ, ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കിക്കൊണ്ട് വാ. പൂർത്തിയാക്കണമെങ്കിൽ എന്താ വേണം? തുടങ്ങണ്ടേ? തുടങ്ങാത്ത സംഗതി പൂർത്തിയാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ദുനിയാവിൽ വെച്ച് അങ്ങനെ തുടങ്ങി വെച്ച് മരിച്ചുപോയ ആൾക്കാർ അത് പഠിച്ച പൂർത്തിയാക്കി കൊടുക്കും. ഞാൻ ആ കടലുണ്ടിലെ ഹാജിന്റെ കഥ ഇവിടെ പറഞ്ഞില്ല എന്നോട്. നമ്മളെ ലേണിംഗ് ക്ലാസ്സിൽ വന്നിരുന്ന ഹാജി മരിച്ചത് എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സാധ്യത കുറവാണ്. അത് നിങ്ങൾ അറിയേണ്ട സംഗതിയാണ്, നിങ്ങൾ അറിയേണ്ട ഒരു വിഷയമാണ്, വല്ലാത്തൊരു വിഷയമാണ്, സംസാര കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതേപോലെ ആഴ്ചയിൽ നമുക്ക് 2 ആഴ്ച നാട്ടിലുള്ള എല്ലാ ലേണിംഗ് ക്ലാസ്സും ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ കടലുണ്ടിയിൽ എല്ലാ ബുധനാഴ്ചയാണ് മഗ്‌രിബിന് ശേഷം ഇശ വരെയുള്ള ക്ലാസ്സാണ്. അപ്പൊ അതിൽ പിന്നെ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വയസ്സായ ഒരാളുണ്ട്. അദ്ദേഹം റിട്ടയർഡ് മാഷ, JDT പിന്നെ സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ബഷീർ മാഷ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ പെങ്ങളുമാണ് ക്ലാസ്സിൽ വരിക. ഭാര്യ ഉണ്ടാവും, പെങ്ങളുണ്ടാവും. പെങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച വയസ്സായിട്ടുണ്ട്. അവരെ കല്യാണം ഒരു ശാരീരികമായി വൈകല്യമുള്ള ഒരു സ്ത്രീയാണ്. അവരും അതേപോലെ മാഷിക്ക് ഒരു അനിയുണ്ട്. ആ അനിയനും ഒരു മാനസികമായിട്ട് ഒരു പൂർണ്ണ വളർച്ച എത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. അവർ രണ്ടുപേരും ഈ മാഷത്താണ് എല്ലാവരും. നല്ലൊരു സാത്വികനായ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അവിടെ നമ്മളെ സൂറത്ത് മുഅ്മിനൂനാണ് പഠിപ്പിക്കുന്നത്. സൂറത്ത് മുഅ്മിനൂനാണ്. അപ്പൊ അദ്ദേഹം പിന്നെ യാത്ര പോകുന്നതിന്റെ ഹജ്ജ് കമ്പനിയിൽ കിട്ടിയപ്പോ തന്നെ വളരെ സന്തോഷത്തോടൊന്ന് പറഞ്ഞിരുന്നു, ഹജ്ജ് കമ്പനി കീഴിലുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ആഗ്രഹമാണ് അവിടെ 100ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന ലേണിംഗ് ക്ലാസ് കടലോട്ടി. നമ്മളെ കേന്ദ്രമിന്റെ പ്രസിഡന്റ് വീടിന്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഒരു മതിലിപ്പുറത്ത് ഒരു ഷെഡ് കെട്ടിട്ട് അവിടെ നമ്മളെ ക്ലാസ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം മുതലേ പിന്നെ വിശ്വത്തിന്റെ സജീവ നമ്മുടെ പ്രവർത്തകനാണ്. ഈ ക്ലാസ് സംഘടിപ്പിക്കാനും ലേണിംഗ് സംഘടിപ്പിക്കാനൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, പിന്നെ നമുക്ക് ഒരു ഹജ്ജ് ക്ലാസ് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നാട്ടിലൊക്കെ പെട്ടിട്ടുള്ള കുറെ ആൾക്കാരെ പിന്നെ എല്ലാവരും വിളിച്ചിട്ട് നമ്മളെ അബ്ദുൽ ലത്തീഫ് സുലൈമാനി മാർഗിയനെ കൊണ്ട് ഒരു ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചു. ഒരുപാട് കാലം അമീറായി പോയിട്ടുള്ള പിന്നെ സൗദി അറേബ്യയിൽ ജാലിയാത്തിലൊക്കെ ദാഹിയായിട്ട് കൊടുത്തിട്ട് ലത്തീഫ് സുലൈമാനി മാർഗിയനെ കൊണ്ട് ക്ലാസ് സംഘടിപ്പിച്ച് അങ്ങനെ അദ്ദേഹം പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നടന്ന ക്ലാസ്സിൽ എന്നോട് പറഞ്ഞു, ഞാനും അടുത്ത
പക്ഷെ അത് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ബുധനാഴ്ച അടുത്ത ലേണിംഗ് ക്ലാസ്സിൽ ഉണ്ടാവില്ല, അടുത്ത ലേണിംഗ് ക്ലാസ്സിൽ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് കൂടെ. അങ്ങനെ പിന്നെ പിറ്റത്തെ ലേണിംഗ് ക്ലാസ്സിൽ നിന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പോരാൻ നോക്കുമ്പോൾ പിന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ പോവാണ്, നാളെ ഞാൻ പോവും, അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുസാഫാത്ത് ചെയ്തിട്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് പ്രാർത്ഥിച്ചു. അപ്പം അദ്ദേഹത്തിന് അത് മതിയില്ല. അപ്പം ഞാൻ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ, അതിന് മുമ്പ് 2-3 ക്ലാസ്സുകളിൽ ഈ 3 പ്രാർത്ഥന വിളിച്ചു. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ പറഞ്ഞതുകൊണ്ട് അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന പിന്നെ ഉറക്കെ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ അവരെ കേൾക്കെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞിരുന്നു അതിൽ 1 മസ്ഹ് ചെയ്തുള്ള പ്രാർത്ഥന, 2 മുസാഫഹത്ത് ചെയ്തുള്ള പ്രാർത്ഥന, 3 മുആനഖത്ത് ചെയ്തുള്ള പ്രാർത്ഥന. 3 പ്രാർത്ഥന. 1 മസ്ഹ് ചെയ്തുള്ള പ്രാർത്ഥന, മസ്ഹ എന്ന് പറഞ്ഞാൽ തടവ. മസ്ഹ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ രോഗിനെ നമ്മൾ കാണാൻ ചെന്നു, നമ്മളെ സുഹൃത്താണ്, അപ്പം സുഖമില്ല, അപ്പൊ ശരീരം തടവി കൊടുത്ത് പിന്നെ ആ പ്രാർത്ഥന ശരീരം തടവിയിട്ട് രോഗി കേൾക്കെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കും ആ രോഗിക്ക് കിട്ടുക. അത് രോഗികൾക്ക് പ്രാർത്ഥിക്കണം. രണ്ടാമത്തത് പിന്നെ മുസാഫഹത്ത് ചെയ്തുള്ള പ്രാർത്ഥന. മുസാഫഹത്ത് അപ്പം ഓരോന്നിന്റെ ഫദായിൽ ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അപ്പം രോഗിനെ ഇപ്പം നമ്മൾ രാത്രിയാണ് ചെന്ന് സന്ദർശിച്ചതെങ്കിൽ നേരം പുലരുന്നത് വരെ മലക്കുകളും ആകാശഭൂമികളിലുള്ളവർ മുഴുവനും ഭൂമിയിലെ വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ ഇവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഹദീസ് രോഗിനെ സന്ദർശിച്ചാൽ. അത് ഏത് സന്ദർശനാന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, പ്രാർത്ഥിക്കണം, കേൾക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. അതല്ലാതെ നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാല് രോഗിനെ കൊണക്കിടാൻ പോകുന്ന എൻ്റെ നാട്ടിൽ പറയാം, നിങ്ങളെന്താ പറയാൻ കാര്യമില്ല. കൊണക്കിടാൻ പോകുന്ന പറയുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കലാണ്. അതായത് നമ്മളെ വാപ്പ സുഖമില്ല കിടന്നപ്പോൾ വന്നിട്ട് അവിടെ പോകണമെന്നാണ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അവര് ഇങ്ങനെ നമ്മളെ പിന്നെ അമ്മായി സുഖമില്ലാത്ത സമയത്ത് അമ്മേനെ കാണാൻ വന്നപ്പോ മറ്റേ കായ വറുത്ത് കൊടുത്തിന്, അപ്പൊ നമ്മളാണ് പോകുമ്പോൾ അത് കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ചെയ്തതുകൊണ്ട് അങ്ങോട്ട് അതല്ല, അത് ചെയ്യാനല്ല, മറിച്ച് കൂലി കിട്ടാൻ. ചില ആൾക്കാർ പോയാൽ അവസാനത്തെ പോക്കുമായിരിക്കും ചിലപ്പോൾ. അത് അതോടുകൂടി രോഗി പിന്നെ അല്ലാതെ അധിക കാലം ജീവിക്കില്ല. നമ്മളാണ് ചില പെണ്ണുങ്ങളെ കണ്ട അങ്ങനെ, എൻ്റെ അമ്മായിക്ക് ദേവകരും 3 വെച്ചെന്നൊക്കെ പറഞ്ഞ് ആ ടൈപ്പ് വർത്താനം പറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതിന് പകരം എന്താണ് ഒരു രോഗിനെ സന്ദർശിക്കാൻ ആ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? ശരീരം തടവി കൊടുത്ത് എന്ത് ചെയ്യണം? അവർ കേൾക്കെ പ്രാർത്ഥിക്കണം. അതാണ് മസ്. 2 പിന്നെ മുസാഫത്ത് ചെയ്യല്, പിന്നെ യാത്രയാക്കുമ്പോഴുള്ള പ്രാർത്ഥന. യാത്രയൊക്കെയാണ്. അപ്പൊ ഒരാള് ഞാൻ ഹജ്ജിന് പോകട്ടെ അന്നാ പോയി സംസാരിക്കണോണ്ടി നല്ല പറയണ്ടേ, അതുപോലെ നമ്മളങ്ങനെ അന്നേരം പോയി വാന്നല്ല പറയണ്ടേ. മറിച്ചൊരു മുസ്ലിം എന്താ ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെ പോകണം, ഹജ്ജിന് പോകണം, ഉംറക്ക് പോവാണ്, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവാണ്, ശരി അസ്തഗ്ഫിറുല്ലാഹ് കൈ കൊടുത്തിട്ട് ഈ ആരെയാണോ യാത്രയാക്കുന്നത് ആളുകൾക്ക് പ്രാർത്ഥിക്കണം. കാരണം ആൾ മറക്കൂല. 3-മത്തത് മുആനഖത്ത് ചെയ്യലാണ്. മുആനഖത്ത് എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യലാണ്. മുആനഖത്ത് കെട്ടിപ്പിടിച്ചുള്ള പ്രാർത്ഥന, അത് തഅസിയത്താണ്. 3-മത്തത് തഅസിയത്ത്, മരിച്ച മയ്യത്തിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, അതാണ് തഅസിയത്ത്. ആ തഅസിയത്തിന്റെ പ്രാർത്ഥന മുആനഖത്ത് ചെയ്തിട്ട് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചുള്ള പ്രാർത്ഥന. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫലിസ്ബിർ വൽതഹ്തസിബ്. പ്രാർത്ഥന പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ മരിച്ചാൽ സങ്കടപ്പെടേണ്ട, അള്ളാഹുള്ളതിനാണ്, അള്ളാഹുള്ളതിനാണ്, എല്ലാവർക്കും ഒരു അജലുണ്ട്, അതുകൊണ്ട് ക്ഷമിച്ചോ, പ്രതിഫലം ആഗ്രഹിച്ചോ. ഈ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം? കാരണം ഒരു മരണത്തിന്റെ ആ ദുഃഖത്തിൽ, ഇപ്പൊ നമ്മുടെ നാട്ടില് പിന്നെ മൂന്നീര് പാലത്തിൽ പിന്നെ വെള്ളം കാണാൻ വേണ്ടി പോയതായി. വെള്ളം കയറിയ സമയത്ത് 5 വയസ്സുള്ള കുട്ടി പോയി, നേരെ മയ്യത്ത് കിട്ടിയിട്ടില്ല. ആ വാപ്പാനന്മാരുടെ അവസ്ഥയിൽ ചെയ്യും. നമ്മളവിടെ ആ പിന്നെ മൂന്നീര് പിന്നെ പുഴയിൽ ഇന്നേ വരെ കിട്ടിയില്ല മയ്യത്ത്. മയ്യത്ത് കിട്ടിയാൽ ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. ആ മയ്യത്ത് വരെ കിട്ടിയിട്ടില്ല. ആ വാപ്പാനന്മാരെ മനസ്സിലാക്കി ചോദിക്കാം, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവും, 5 വയസ്സായ കുട്ടിയാണ്. അപ്പൊ ആ വേറുപാട് പോലും എന്താണ്, ആ സഹിക്കാൻ കഴിയാത്ത വേദനകളാണ്. അപ്പം അവിടെ ചെന്ന് നമുക്ക് ചെന്നിട്ട് ആശ്വസിപ്പിക്കാം. നമ്മുടെ നാട്ടിലെന്താ വെച്ചാൽ മരിച്ചാൽ സാധാരണ വേറെ ഏത് മരണം നടന്നാലും കുറച്ചേരം വയസ്സായി സുഖമില്ല കിടന്ന് വയസ്സായ ആൾക്കാരൊക്കെ മരിച്ച കണക്കുള്ള ഏത് മരണങ്ങളാണെന്ന് ശരി, മരിച്ച് കവറടക്കിന് വന്നാൽ പിന്നെ വൈകുന്നേരം മുതലാണ് തുടങ്ങി പലഹാരമായിട്ട് ആൾക്കാരായിട്ട് വരുന്നുള്ളൂ.
കുടുംബക്കാരി. അവിടെ ഒക്കെ ഉള്ളതാണ്. നിറയെ പലഹാരങ്ങൾ കൊടുത്തിട്ട് റൂമ നിറച്ച് വെക്കല പലഹാരങ്ങൾ. ആർക്കാ പലഹാരങ്ങൾ? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ വാപ്പ വെച്ചപ്പോൾ പോലും വന്നപ്പോൾ 2 കൊല പായം കൊടുക്കുന്നത്. അപ്പൊ അത് ഇവിടുന്ന് ആൾ പോകുമ്പോൾ വാപ്പ വെച്ചാൽ നമ്മളവിടെ കൊണ്ടുപോകണം. ഇങ്ങനെ ഒരു പകരത്തിന് പകരം എന്ന സിസ്റ്റമായിട്ട് മാറി. അപ്പൊ അതിന്റെ പകരം എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എന്താ റസൂൽ പറഞ്ഞറിയാം? പരലോകത്ത് ആദരവിന്റെ കസല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദരവിന്റെ വസ്ത്രം അണിച്ച് സ്വീകരിക്കുന്ന പരലോകത്ത്. ആദരിക്കേണ്ടവനാണ് അവനെ, തഅസിയത്ത് ചെയ്തവനെ. അല്ല ആദരിക്കുന്ന ആദരവിന്റെ വസ്ത്രം അണിച്ച് സ്വീകരിക്കും ഖിയാമത്ത് നാളിൽ തഅസിയത്ത് ചെയ്ത ആൾക്കാരെ. അപ്പൊ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഈ പ്രാർത്ഥന ഒക്കെ ഞാൻ കല്ലൂരിലെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ ആ സൂറത്ത് മുഅ്മിനൂന്റെ പ്രത്യേകത എന്താ? സൂറത്ത് മുഅ്മിനൂന്റെ പ്രത്യേകത എന്താ? ഈമാൻ കിട്ടി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർബന്ധമായും പഠിക്കണം സൂറത്ത്. കേട്ടിട്ടുണ്ടോ? ഈമാൻ കിട്ടി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കേണ്ട സൂറത്താണത്, സൂറത്ത് മുഅ്മിനൂൻ. അത് പഠിച്ചു നോക്കേണ്ടി നിങ്ങൾ. ചില സൂറത്തുകൾക്ക് അങ്ങനെ ഒരു വശ്യത ഉണ്ട്. സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ഞാൻ 3 സ്ഥലത്ത് എടുക്കണ്ടേ. യാസീൻ ഒരു പ്രത്യേകത അറിയോ? യാസീനിലെ ഓരോ ആയത്തും ഇത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഓരോ ആയത്തും ബോധ്യപ്പെടുത്തും. മരിച്ച മയ്യത്തിനല്ല. ഒരു സൂറത്ത് യാസീന്റെ പ്രത്യേകത അതിന് പഠിച്ച് ഓരോ ആയത്തും തദബ്ബുർ ചെയ്താല് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിർബന്ധമായിട്ടും ഈ വ്യക്തി പഠിക്കേണ്ടതെന്ന് ബോധ്യപ്പെടും. യാസീന്റെ പ്രത്യേകത. മുഅ്മിനൂന്റെ പ്രത്യേകത അറിയോ? നമുക്ക് ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയൊക്കെ ഉണർത്തൽ സൂറത്ത് മുഅ്മിനൂനുണ്ട്. ഓരോന്നും തുടങ്ങിയിട്ട് ഓരോന്നും മനുഷ്യന്റെ സെറ്റിപ്പും ഓരോ ഘട്ടങ്ങൾ പിന്നിടുന്നതും എന്നിട്ട് മനുഷ്യൻ മരിച്ചു പോകണം. അങ്ങനെ ഓരോ കാര്യങ്ങളും, അവന്റെ ചുറ്റുപാട്, പറമ്പ്, തൊടു, തേങ്ങ, അവന്റെ പിന്നെ വരുമാന മാർഗങ്ങൾ തുടങ്ങി വീട്ടിൽ വളർത്തുന്ന ജന്തുക്കൾ, ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതിനൊക്കെ പരിശോധന പോകുന്നുണ്ട്. പഠിച്ചോക്കേണ്ടി വായിച്ചോക്കേണ്ടി. ഇതിലൊക്കെ ഈമാൻ നഷ്ടപ്പെടാനും പല കാരണങ്ങളുണ്ട്. അതിലൊക്കെ ഉള്ള ഉണർത്തൽ സുഹൃത്തുക്കളാണ്. ഇതിനകം എന്താർത്ഥം? മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖദഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അർത്ഥം എന്താ? വേറൊരു ആയത്തോണ്ട് അതിനെ വിശദീകരിക്കാൻ പറ്റുമോ? അതെ, അൽ മുഅ്മിൻ മൻ തസക്ക. അൽ മുഅ്മിൻ മൻ, അൽ മുഅ്മിൻ മൻ, ഒരു മുഅ്മിൻ ആരാ? മൻ തസക്ക, ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ. അതാണ് ഖദ് അഫ്ലഹ മൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വനഫ്സി വമാ സവ്വാഹ, നഫ്സ് ആത്മാവാണ്. ഫഅൽഹമഹ ഫുജൂറ വതഖ്വ, മനസ്സിന് 2 അവസ്ഥയുണ്ട്, ഫുജൂറുണ്ട്, തഖ്വയുണ്ട്. ഖദ് അഫ്ലഹ മൻ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണ്? നഫ്സാണ്, നഫ്സാണ്. അപ്പൊ മനസ്സിനെ, ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. അപ്പൊ മൻ മുഅ്മിൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇപ്പൊ മുഅ്മിൻ ആരാണ്? മൻ തസക്കയാണ്. മനസ്സിലാണോ പറഞ്ഞത്? ഖദ് അഫ്ലഹ, ആ മുഅ്മിനാണ് ആര്? വിജയിച്ചവൻ. എവിടെ വിജയിച്ചു? എവിടെ വിജയിച്ചു? അപ്പൊ ഒരാൾ മുഅ്മിനാണെന്ന് എപ്പോഴാണ് തീരുമാനിക്കുക? മരിക്കണ സമയം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി, മുഅ്മിനാണ്. നമ്മൾ ആധാറിലെ റേഷൻ കാർഡിലൊക്കെ എന്താ ഉള്ളത്? മുഅ്മിൻ ഉണ്ടോ? ഇല്ല. മുഅ്മിൻ എഴുതുന്ന കിതാബ് ഏതാ? ഒരു കിതാബിൽ നമുക്ക് മുഅ്മിന്റെ പേരുണ്ടോ? ഇല്ലിയൂൻ. അവിടെയാണ് ഇല്ലിയൂൻ. കിതാബ് മറക്കും. റക്കമുണ്ട്, നമുക്കൊക്കെ റക്കമുണ്ട്, എല്ലാവർക്കും റക്കമുണ്ട്. എല്ലാവർക്കും ഇല്ലേ? പാസ്പോർട്ട് നമ്പർ ഇല്ലേ? ആധാർ നമ്പർ ഇല്ലേ? അതൊക്കെ നമ്പർ, എല്ലാവർക്കും നമ്പർ. നമ്മളെല്ലാവർക്കും നമ്പറാണ്. നമ്മളെ ATM നമ്പറാണ്, ഇല്ലിത്തിന്റെ നമ്പർ, എല്ലാം നമ്പറാണ്. അല്ല നമ്പർ. കിതാബ് മറക്കും, റക്കം, റക്കമിട്ട കിതാബ്. നമുക്കൊക്കെ റക്കമുണ്ട്. ആ റക്കം രേഖപ്പെടുത്തും. നമ്മളെ ആത്മാവിനെ പിടിച്ച് മലക്കൾ കൊടുക്കാൻ പോവുക. സബുക്ക എന്ന് പറഞ്ഞില്ലേ? കുതിച്ചു വായിക്കുന്ന മലക്കള് എവിടേക്കാണ്? ഇല്ലിയൂൺ. 7 ആകാശത്തിന് മുകളിലാണ് ഇല്ലിയൂൺ. മുഅ്മിനായിട്ട് മരിക്കുകയാണെങ്കിൽ എന്നിട്ട് കിതാബ് അവിടെ നമുക്ക് നമ്പർ രേഖപ്പെടുത്തും. മുഅ്മിൻ രേഖപ്പെടുത്തുക. മനസ്സിലായില്ലേ? അപ്പൊ അതിനെന്താ? അതാണ് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചത്. കരഞ്ഞിട്ട് 2 പ്രാർത്ഥന കൂടാനില്ലേ? കരഞ്ഞ് പ്രാർത്ഥിക്കണ 2 പ്രാർത്ഥന കൂടാനുണ്ട്. ഖുർആൻ അള്ളാഹ് പറഞ്ഞതാ.
കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതിലൊന്നെന്താണ്? റബ്ബന ആമന്ന ഫക്തുബിന ഫക്തുബിന ഉക്തു ഉക്തു ഫക്തുബിന മഅശാഹിദീൻ. അത് പ്രാർത്ഥന കരഞ്ഞ് പ്രാർത്ഥിക്കും. ഖുർആനുള്ളതാ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന. കാരണം അത് കരയാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. റബ്ബന ആമന്ന, ഞാൻ മുമ്പിൽ തന്നെയാണ് പഠിച്ചവനെ, ഞാൻ മുമ്പിൽ തന്നെയാണ് പഠിച്ചവനെ, ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. ഇങ്ങനെ കുട്ടികൾ പറഞ്ഞ പോലെ പറയാണ്, ഞാൻ മുമ്പിൽ തന്നെയാണ് പഠിച്ചവനെ, മുമ്പിൽ തന്നെയാണ് പഠിച്ചവനെ, ഞാൻ മുമ്പിലാണ് പഠിച്ചവനെ. ഇങ്ങനെ റബ്ബന ആമന്ന 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 എന്നുള്ളതാണ് ഞാൻ മുമ്പിലാണ്. ഫക്തുബിന, രേഖപ്പെടുത്തി പഠിച്ചവനെ, എഴുതി വെക്കുക. എവിടെ രേഖപ്പെടുത്തണ്ടേ? മഅശാഹിദീൻ, ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ചാൽ ഷഹീദല്ല, ഷാഹിദ് കലിമത്ത് ഷഹാദ. കലിമത്ത് ഷഹാദ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ആൾക്കാരെ കൂട്ടത്തിൽ എന്റെ പേര് രേഖപ്പെടുത്തി പഠിച്ചോനെ. അതുകൊണ്ട് എന്റെ പേര് ഇവിടെ ദുനിയാവിലൂടെ ആധാരത്തിലും മറ്റിലൊക്കെ ഉണ്ട് പഠിച്ചോനെ. പക്ഷെ എനിക്ക് വേണ്ടത് എവിടെയാണ്? എന്റെ പേര് ഇല്ലിയൊരു രേഖപ്പെടുത്തി പഠിച്ചോനെ. ഏതാണ് അത്? കരഞ്ഞിട്ടല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഫക്തുബിന മഅശാഹിദീൻ, പഠിച്ചോട് പലതവണ ആവർത്തിച്ച് പറയേണ്ടതാണ്. റബ്ബന ആമന്ന ഫക്തുബിന മഅശാഹിദീൻ എപ്പോഴും പറഞ്ഞോളുണ്ട്. ഷഹാദത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും പറഞ്ഞോളുണ്ട്, നിറ കണ്ണുകളോടെ പറഞ്ഞോളുണ്ട്. റബ്ബന ആമന്ന ഫക്തുബിന മഅശാഹിദീൻ ഖുർആനാണിത്, ഖുർആനാണ്. അപ്പോ ഞാനും പറഞ്ഞു വന്നതാ, എങ്ങനെ ഈ നമ്മളെ ഈ കടലോട്ടി ഹാജിയര് പിന്നെ യാത്ര പറഞ്ഞപ്പോ ഞാൻ കൈ കൊടുത്തിട്ട് പിന്നെ നിങ്ങള് ദീനൊക്കെ വാമാനത്തൊക്കെ അവാത്തി വാമാനിക്കാന്ന് പറഞ്ഞപ്പോ മൂപ്പർ അതിന് കൂട്ടാക്കിയില്ല. മൂപ്പർക്ക് അത് മതിയല്ല, മൂപ്പര് മുആനക്കത്ത് ചെയ്തിട്ടുണ്ട്. മുസാഫത്തിന് പകരം മുആനക്കത്ത് ചെയ്തിട്ട് 2 കവിളിന് ചുംബിച്ചു. ആ ചൂട് ഇപ്പോഴും പോയിട്ടില്ലാന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കണം എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസാന കാലത്ത് ഈ സൂറത്ത് മുഅ്മിനൂൻ പഠിക്കാൻ കഴിയും. അതിന്റെ ആദ്യ ഭാഗം ഏകദേശം പഠിക്കാൻ കഴിയും, കാണാതെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒറ്റ ക്ലാസ് ഒഴിവാക്കിയിട്ടില്ല, കൃത്യമായിട്ട് എഴുതി വെക്കും. ഒരു അധ്യാപകനും കൂടിയാണ്, കൃത്യമായിട്ട് എഴുതി വെക്കും. പിന്നെ ഹോംവർക്കായിട്ട് കൊടുക്കുന്ന ആയത്തുകളൊക്കെ നോക്കും, എല്ലാം നോക്കി പിറ്റേന്ന് ക്ലാസ്സിൽ പറയും, ഒക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു, കാരണം ഒരു ഹജ്ജിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഉമ്മ പ്രസവിച്ച് കുഞ്ഞിനെ പോലെ ആകാമെന്ന ആഗ്രഹത്തോട് പോകണല്ലോ. നമ്മള് പഠിച്ചവനെ വലുതായിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഖുർആനിലെ ഓരോ ആയത്തും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോ പഠിച്ചവനെ ഇത്രയൊക്കെ വലുതായി ഇങ്ങനെയൊക്കെ ആയിട്ടില്ലെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു പോകും. കാരണം ആ ഒരു പിഞ്ചു പൈതലിനെ പോലെ ഒരു അവസ്ഥ പഠിച്ച എപ്പോഴും നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ, എന്തെല്ലാം കാലഘട്ടങ്ങളിൽ വർഷങ്ങൾ കൊണ്ട് കാലം കൊണ്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയി, ഒരുപാട് അശ്രദ്ധകൾ വന്നുപോയി, ഇങ്ങനെ പലതും വന്നുപോയി. അപ്പം ഒരു മനുഷ്യനെ ഇനി ദുനിയാവിന്ന് പഠിച്ച ഒരു അവസരം കൊടുക്കുകയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഒക്കെ കെഴുകി വൃത്തിയാക്കാനുള്ള അവസരമാണ്. അപ്പം ആ ഹജ്ജിന് പോണ സമയത്ത് ഈ ഖുർആനെ പഠിച്ച് ഇതിന്റെ ഭാഗമായി സൂറത്തുൽ മുഅ്മിനൂൻ പഠിച്ച് അങ്ങനെ ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ചു പോകാൻ കിട്ടിയ ഒരു തൗഫീഖ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഒക്കെ ഉള്ള ഒരു പാരമ്പര്യമായി അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ കരൂരിലെ പള്ളി, കബർസ്ഥാനുള്ള പള്ളി എന്ന് പറയുമ്പോൾ എത്ര ഇതുണ്ടാവും? നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കബർസ്ഥാനുള്ള പള്ളികൾ ഏതായിരിക്കും? അവിടെ കബർസ്ഥാനുള്ള പള്ളിയാണ് മുജാഹിദ് പള്ളി, കബർസ്ഥാനുള്ള പള്ളി. അപ്പൊ അത്രയും കാലഘട്ടം പാക്കോടുണ്ട്. അപ്പൊ ഈ വ്യക്തിക്ക് ഈ അവസാന കാലത്താണ് ഖുർആൻ ഇങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടണം. കാണാതെ ഹദീസും പഠിച്ചു. അപ്പൊ ആ സ്നേഹവും സന്തോഷവുമായിരിക്കും അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് മുആനക്കത്ത് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി, ഉംറ ചെയ്തു. ഉംറ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഉച്ച സമയത്ത് നാട്ടുകാരെ കാണാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ സാധാരണ അങ്ങനെയാണ് ഹജ്ജ് കമ്മിറ്റിയിലാണ് പോയത്. അപ്പം ആരെങ്കിലൊക്കെ നാട്ടിൽ കാണാൻ വന്ന റൂം കൊണ്ടുവരും, സ്ത്രീകളൊക്കെ കൊണ്ട് പിന്നെ താഴത്തെ കൗണ്ടറിലേക്ക് വരില്ല. അപ്പൊ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹം പഴയ ബിൽഡിംഗ് ആണ്. അപ്പൊ പഴയ ബിൽഡിങ്ങിനെ പറഞ്ഞാൽ ലിഫ്റ്റ് വന്നാൽ ഡോറ് വലിച്ചാൽ തുറക്കും. ആ ഡോറിട്ട് തുറന്നുകൊണ്ട് പിന്നെ ലിഫ്റ്റിക്കാണ് കയറലാണ്. അങ്ങനെയാണ് സാധാരണ പഴയ ലിഫ്റ്റ് അങ്ങനെയാണ്. അപ്പൊ ഇദ്ദേഹം വന്ന് പിന്നെ ഡോറ് തുറക്കണം. ശരിക്കും ഞാൻ കണ്ടു, ക്യാമറയിൽ കണ്ടു ഞാൻ. ഡോറിട്ട് തുറന്നപ്പോ ഡോറ് തുറക്കൽ സാധാരണ ലിഫ്റ്റ് വന്നാലാണ്. ഡോറ് വലിച്ചപ്പോ ഡോറ് തുറന്ന് അപ്പൊ ഒരാളിങ്ങനെ കോടി ഇറങ്ങിയിട്ട് വരും. അപ്പൊ അയാളിങ്ങനെ നോക്കിയിട്ട് ഞാൻ ലിഫ്റ്റിലേക്കാണ് കടന്നതാണ്. പക്ഷെ ലിഫ്റ്റ് അവിടെ ഇല്ലായിരുന്നു. ലിഫ്റ്റ് കേട് വന്നിട്ട് മേലെ പിടിച്ച് കെട്ടിയതാണ്. ഇത് തുറക്കാൻ പാടില്ല. ശരിക്കും ലിഫ്റ്റ് തുറന്ന് ഡോറ് തുറന്ന് അദ്ദേഹം ലിഫ്റ്റാന്ന് വിചാരിച്ച് കയറി.
താഴെ ഡോർ അടയ്ക്കുകയും ചെയ്തു. ലിഫ്റ്റിന്റെ ഡോർ തുറന്നാൽ കയറിയാൽ ഡോർ അടയല്ലോ. ഒരാളും കേട്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ പാതിരാത്രിയായിട്ടും ആളെ കാണാതിരുന്നപ്പോ, കാരണം ഹറമിൽ നിന്നാണ് സാധാരണ അങ്ങനെ തരില്ലല്ലോ, കാരണം ഹറമിൽ വൈദ്യ എങ്ങനെ നിങ്ങൾ എത്തിക്കോളും എന്നുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെ അവസാനം കാണാതായിട്ട് ഇവര് ഒന്ന് ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഈ ലിഫ്റ്റ് തുറന്ന് എനിക്ക് കയറുന്നത്. അപ്പൊ തന്നെ അവർ ഓടിച്ചെന്ന് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നിട്ട് മരിച്ചു. അപ്പോ ആ മരണത്തില് വേദന ഉണ്ട്. മയ്യ നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്നു മക്കത്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഹൈർ അദ്ദേഹത്തിന് കിട്ടി. റസൂല് പറഞ്ഞ പോലെ ഒരുപാട് ഹൈർ കിട്ടി. അതാണ് ഞാൻ ആദ്യം നിങ്ങളെ അറിയണമെന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ കേൾക്കണം എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെയാണ് ഹൈർ എന്ന് പറയും. കാരണം നിങ്ങളെ മാതിരി ഇതേപോലെ ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന, നിങ്ങളെ ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ ഇതേപോലെയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയ ഹൈറുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന, ഭൂമിയിലെ ഏറ്റവും റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ഹൈറായ വ്യക്തി, ഏറ്റവും ഹൈറായ വ്യക്തി, ഏറ്റവും നല്ല വ്യക്തി ഖുർആൻ പഠിക്കുന്നവനാണ്. മനസ്സിലായില്ലേ? പിന്നെ പഠിപ്പിക്കുന്നവനാണ്, പഠിക്കുന്നവൻ. അപ്പൊ ആ പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ കള്ളവണ്ടിയിലെ ഏറ്റവും ഹൈറായ വ്യക്തികളെ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ മരിക്കാൻ കഴിയും. കാരണം ആ ക്ലാസ് കടന്നുകൊണ്ടിരിക്കുക, അതിന്റെ അവസാനത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത് പിറ്റേന്നാണ് അദ്ദേഹം പോയത്. ഒന്ന്, ഒരു ഹൈർ. രണ്ടാമത്തെ ഹൈർ, ഒരു ഹജ്ജിനൊക്കെ പോകുന്ന ഒരാള് എല്ലാ ബാധ്യതയും വീട്ടി, അല്ലെ, എല്ലാ സാമ്പത്തിക ബാധ്യതകൾ വീട്ടി വരുത്തി പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് തൗബ ചെയ്ത് അങ്ങനെ ആ രണ്ട് തുണി, ഒരു വെള്ള രണ്ട് തുണിയുടെ മേത്ത് പുതക്കുന്നതോട് കൂടിയിട്ട് ശരിക്ക് മരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, മരിക്കാൻ. നമ്മളിപ്പം എന്താ രാത്രി മരിക്കും എന്നൊരു വിവരം കിട്ടിയായിരിക്കും, കിട്ടൂല. എങ്ങനെ ഒരുങ്ങും? കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഒരുങ്ങും? രാത്രി മരിക്കുന്ന എങ്ങനെ ഒരുങ്ങും? ഈ ഒരു ഒരുക്കം നമ്മളൊക്കെ ഈ ഇരിക്കണ യുദ്ധത്തിൽ മരിച്ചാണ് പോയിരിക്കുക. ഈ ഇരിക്കണ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ എന്തൊക്കെ കടമ നമ്മൾ നിർവഹിച്ചു, എന്തൊക്കെ ബാധ്യത വീട്ടി, അതിന്റെ വിഷയമാണ്. പക്ഷെ ഇദ്ദേഹം എന്താണ്, എങ്ങനെ പോണത്? മരിക്കാൻ റെഡിയായിട്ട് പോയി മരിക്കണ പോലെ, അല്ലെ? അച്ഛന് പോകുന്നത് അങ്ങനല്ലേ? മരിക്കാൻ റെഡിയായിട്ട് പോയി എല്ലാം ക്ലിയർ ആയിട്ട് മരിക്കണ ഒരവസ്ഥ. അങ്ങനെ എത്ര ആൾക്ക് കിട്ടും? എല്ലാം ക്ലിയർ ആക്കിയിട്ട് ബാധ്യതകളൊക്കെ തീർത്തിട്ട് അങ്ങനെ മരിക്കാനുള്ള ഒരു ഹൈർ കിട്ടി. അദ്ദേഹം അങ്ങനെ ഹജ്ജിന് എല്ലാ ബാധ്യത നിർവഹിച്ച് വീട്ടിട്ടാണ് പോയത്. അങ്ങനെ എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചതെല്ലാം വീട്ടിട്ട് മരിക്കാൻ കഴിഞ്ഞ ഹൈർ രണ്ടാമത്തെ ഹൈർ. മൂന്നാമത്തെ ഹൈർ, ഉംറ കഴിഞ്ഞു വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മൂന്നാമത്തെ ഹൈർ. നാലാമത്തെ ഹൈർ, ഭൂമിയിലെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ മണ്ണെന്ന് മരിക്കാൻ കഴിയും. ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഏത് ഭൂമി നിന്നാണ് മരിക്കാതെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഏറ്റവും ഹൈറായ ഭൂമി ഏതാ? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്. ഏതാ? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് ഏതാ? മക്കയാണ്. ബലദുൽ അമീൻ എന്ന് പറഞ്ഞാൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ, മക്ക എന്ന് പറഞ്ഞാൽ, ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബർക്കത്താക്കപ്പെട്ട മുബാറക്കത്താക്കപ്പെട്ട മണ്ണ്. റസൂൽ ഇങ്ങനെ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ഹിജ്റ പോകുമ്പോ, മക്ക, ഞാൻ ഇവിടുന്ന് പൂതിണ്ടായിട്ട് പോവല്ല, ഈ മണ്ണിൽ നിൽക്കാനാണ് എനിക്ക് പൂതി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ്. ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ, ആട്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ ഈ മണ്ണ് ഞാൻ പോരാന്നാ പറഞ്ഞ റസൂൽ. ഹിജ്റ പോണ സമയം അവിടുന്ന് മരിക്കാൻ കഴിയും. അടുത്ത ഹൈർ. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഉള്ളൊരു ഹൈർ എന്താ പറയുക? ഈ ഹാജിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ക്ലിയറാക്കി റെഡിയാക്കി പോയി പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ വന്നവരാണ് ഇക്കൊല്ലം ഹജ്ജ് ചെയ്ത് 25 ലക്ഷം ആൾക്കാർ, അല്ലേ? ഫുള്ള് അങ്ങനെ വന്നോളല്ലേ? എല്ലാ ഹാജിമാരും ആ നിയത്തിൽ വന്ന ആൾക്കാരാണ്. ഈ ആളുകളെ മുഴുവനും ഇശാ നിസ്കാരത്തിലാണ് അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിച്ചത്.
നമ്മളൊരു 10,000 ആൾക്കാരെ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരായിരിക്കും? ഈ 25 ലക്ഷം ഹാജിമാർ ഇതേ മനസ്സോടുകൂടി വന്ന എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് വന്നിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർത്ത് വന്നിട്ടുള്ള 25 ലക്ഷം ഹാജിമാരാണ് പിന്നെ ഹറമില് ജമാഅത്തിനുള്ളത്. ആ ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ ശേഷമാണ് മയ്യത്ത് നിസ്കാരം നടന്നത്. നമ്മളൊക്കെ കൊതിച്ചു പോകുന്ന ഒരു മരണം, ഹൈറായ മരണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ ഖുർആനാകുന്ന നൂറിനെ ഫോളോ ചെയ്ത് പോകുന്നത്. ആ പ്രകാശം ജീവിതത്തിലേക്ക് കൊളുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ട് പഠിക്കാൻ തയ്യാറായി വരലാണ് അത് കൊളുത്തിയെടുക്കൽ. ആ ഒരു മാർഗത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ, ഈ ഒരു മാർഗത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ, ഈ അവസ്ഥയിൽ മരിച്ചു പോകുമ്പോൾ നാളെ പരലോകത്ത് പറയാൻ പറ്റുമെന്ന്, റബ്ബനാ അതിമിം ലനാ നൂറന, പൂർത്തിയാക്കിക്കൊണ്ട പഠിച്ചോനെ. കാരണം കൊളുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്താക്കി തരണം? പൂർത്തിയാക്കിക്കൊണ്ട പഠിച്ചോനെ എന്ന് പറഞ്ഞത്. അതാണ് വഅല നൂരിൻ മിൻ റബ്ബി എന്ന് പറഞ്ഞത്. ശരി, ഇനി അടുത്ത ഭാഗം നോക്ക്. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഓതട്ടെ. ഓതിക്കോളൂ, കാണാൻ പഠിക്കണേ ഓതിക്കോളൂ. ഇവിടെ നമ്മൾ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാണ്. പറഞ്ഞോളി. ഓതുമ്പോ ശ്രദ്ധിക്കേണ്ട സ്ഥലം ഒന്ന് തൻവീൻ, അല്ലേ? തൻവീന് വൈലുൻ. ഈ തൻവീന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ലാമാണ്. അപ്പൊ തൻവീനിന് ശേഷം ലാമ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാമാണ്. പക്ഷെ എന്ത് പാടില്ല? ഉന്നത്ത് പാടില്ല. ഇദ്ഗാമും ബിലാ ഗുന്ന. അത് ഫവൈലുൻ, ലുൻ എന്ന തൻവീന്റെ നൂന് വരെ വരാൻ പാടില്ല. ലൂന്ന് പറഞ്ഞാൽ മതി, ബാക്കി ഒന്നുണ്ടാവും. ലൂന്ന് പറഞ്ഞാൽ മതി. അതിനല്ല ഇതിലേക്ക് ചേർക്കുക, ഇദ്ഗാം ചെയ്യാം. പക്ഷെ എന്ത് വേണ്ട? മണിക്കരുത്. ഫവൈലുൽ ലിൽ ഖാസിയതി, ഫവൈലുൽ ലിൽ ഖാസിയതി, ഫവൈലുൻ എന്ന് പറയാൻ പാടില്ല. ഫവൈലുൽ ലിൽ ഖാസിയതി. പിന്നെ ഖുലൂബുഹും മിൻ, ഈ രണ്ട് മീമിന് ഇദ്ഗാം ചെയ്യണം. ഉന്നത്ത് കൊടുക്കും വേണം. ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, ഖുലൂബുഹും മിൻ. പിന്നെ സാക്കിനായ നൂനിന് ശേഷം ഏതാ വന്നത്? എന്താ ചെയ്യേണ്ടത്? ആണ്. ഈ നൂന് അവ്യക്തമാക്കണം, ചെയ്യണം. ഉന്നത്ത് ആ സ്ഥാനത്ത് ഉന്നത്ത് മണിക്കാൻ വേണ്ട. തലക്കന്ന് കാണാതെ കാണാതെ
الإسلام فهو على نور من ربه. شرح الله صدره للإسلام فهو على نور من ربه. أفمن شرح الله صدره للإسلام فهو على نور من ربه. أفمن شرح الله صدره للإسلام فهو على نور من ربه. أفمن شرح الله صدره للإسلام فهو على نور من ربه. فويل للقاسية قلوبهم من ذكر الله. 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 أولئك في ضلال مبين. 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 ضلال എന്നുള്ള തൻവീനിനെ മീമിലേക്ക് ഇദാം ചെയ്യണം. في ضلال مبين. فويل للقاسية قلوبهم من ذكر الله. أولئك في ضلال مبين. فويل للقاسية قلوبهم من ذكر الله. أولئك في ضلال مبين. فويل للقاسية قلوبهم من ذكر الله. أولئك في ضلال مبين. فويل للقاسية قلوبهم من ذكر الله. أولئك في ضلال مبين. فويل അപ്പോൾ നാശം. അപ്പോൾ ആദ്യത്തേത് അല്ലാഹു ഹൃദയത്തിന് വിശാലം നൽകി, പിന്നെ അങ്ങനെ അല്ലാഹുവിനെ നൂറിലായി ജീവിച്ചു. രണ്ടാമത്തെ വിഭാഗം ഫവൈലുൻ അപ്പോൾ നാശം. ആർക്ക്? ലിൽ ഖാസിയത്തി ഖുലൂബുഹും. ഖാസിയത്ത്, ഖാസിയത്ത് ഖസാ എന്ന് പറഞ്ഞാൽ കടുത്തു എന്നാണ്. ഖസാ കടുത്തു. ഖസാ ഖസത്തു ഖുലൂബുഹും. ഖസത്തു ഖുലൂബ് ഖുർആനിൽ വന്ന വാക്കാണ്. ഖാസിയത്ത് എന്ന ഖാസി എന്നതിന്റെ സ്ത്രീലിംഗാണ്. ഖാസിയത്ത്, ഖാസിയത്ത് കടുത്തവൾ എന്ന് പറഞ്ഞാൽ അവിടെ ബഹുവചനായിട്ട് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. എന്താണ് കടുത്തത്? ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. അപ്പൊ അവരുടെ ഹൃദയങ്ങൾ എന്തായി? കടുത്തുപോയി. ഹൃദയങ്ങൾ കടുത്തവർക്ക് നാശം. ഹൃദയങ്ങൾ കടുത്തവർക്ക് നാശം. എന്തിൽ നിന്ന്? മിൻ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹിൽ നിന്ന്. ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ഹൃദയങ്ങൾ കടുത്തുപോയവർക്ക് നാശം. ഉലൈക അക്കൂട്ടർ. ഉലൈക അക്കൂട്ടർ. അല്ലേ? ഉലൈക എന്ന് പറയുന്നത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ ഉലൈക ആണല്ലോ. ആ ഉലൈ ഉലൈക. ഉലൈക അക്കൂട്ടർ ഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികളിലാണ്. ളലാല് വഴികൾ, മുബീൻ വ്യക്തമായ, വ്യക്തമായ വഴികളിലാകുന്നു. എഴുതിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കസ എന്ന് പറഞ്ഞാൽ കടുത്തു. കസ, കസ. കാസി കടുത്തവൻ, കാസി. കസ എന്നുള്ളതിന്റെ പിന്നെ ഇസ്മ ഫായിലാണെന്ത്? കാസി.
ഖാസിയത്ത്. ഖാസി കടുത്തവൻ. ഖാസിയത്ത് അതിന്റെ സ്ത്രീലിംഗാണ്. കാരണം കുലൂബായതുകൊണ്ടാണ്. കുലൂബ് എന്നുള്ളത് എന്താണ്? ജമ്മാണ്. ജമ്മാണ്. എല്ലാ ജമ്മും മുഅന്നസാണ്. അതുകൊണ്ടാണ് ഖാസിയത്ത് പറഞ്ഞത്. ഖാസി, ഖാസിയത്ത്. ഉലായിക അക്കൂട്ടർ. ലലാൽ എന്താണ്? വഴികേട്. മുബീൻ വ്യക്തമായി. നമ്മള് പിന്നെ ഇതിന്റെ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം എഴുതിയിരുന്നു അന്ന്. ഈ പിന്നെ എന്ന ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ അർത്ഥം എഴുതിയിരുന്നോ? ഒരുമിച്ചുള്ള അർത്ഥം എഴുതിയിരുന്നോ? ഇല്ല, എഴുതിക്കോ. അപ്പൊ ആദ്യം മുതൽ എഴുതാം. അപ്പോൾ അപ്പോൾ ഏതൊരാളുടെ ഹൃദയത്തിന് ഇസ്ലാമിലേക്ക് അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ അവൻ തന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുവോ അവനോ ഹൃദയം കടുത്തവനോ ഒരുപോലെയാണോ അത് ബ്രാക്കറ്റിലാക്കണേ. അവനും ഹൃദയം കടുത്തവനും ഒരുപോലെയാണോ എന്നുള്ളത് ബ്രാക്കറ്റിലാക്കുക. വരാൻ കാരണം അടുത്ത ഭാഗം വരുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്
ഹൃദയം കടുത്തു പോയവർക്കാകുന്നു നാശം. അക്കൂട്ടർ വ്യക്തമായ വഴികേടിലാകുന്നു. ഇനി ഈ ആയത്തിന്റെ പിന്നെ തദബ്ബുറുൽ ഖുർആൻ എന്താണ്? ഈ പിന്നെ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം വഹുവ അലാ നൂരിൻ മിർ റബ്ബി, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരുപാട് ആയത്തുകൾ പിന്നെ നമ്മൾ 10-15ഓളം ആയത്തുകൾ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഇനി ഈ ഖാസിയത്തു ഖുലൂബ്, അതിന്മേൽ ദിക്റില്ല, ദിക്റുള്ളയിൽ നിന്ന് ഹൃദയം കടുത്തു പോവുക, എന്താണ് ആ പറഞ്ഞത്? അവിടെ നമ്മൾ ചില ആയത്തുകൾ പരിശോധിക്കേണ്ടതിന്. ഒന്ന്, സൂറത്ത് അൻആമിലെ 43-ാമത്തെ ആയത്ത് മറിക്കാം. അൻആം 43 ആറാമത്തെ. എന്താണ് പറഞ്ഞ വിഷയം എന്ന് അറിയോ? അത് ഓർത്തിട്ട് വേണം നമ്മൾ ഈ ആയത്ത് പരിശോധിക്കാൻ. ഈ ആയത്തിലെ വിഷയം, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തിലെ വിഷയം ഖാസിയത്തു ഖുലൂബാണ്. എന്താണ്? ഖാസിയത്തു ഖുലൂബ്, ഹൃദയകാഠിന്യമാണ്. അപ്പൊ ഹൃദയകാഠിന്യം ഉണ്ടാകാൻ പിന്നെ ഏതൊക്കെ രൂപത്തിൽ, എന്തുകൊണ്ടൊക്കെ, അത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് പല സ്ഥലത്ത്. അതാണ് നമ്മൾ പരിശോധിക്കണം. ഈ ആയത്ത് നോക്കാം. ഓതട്ടെ. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. അപ്പോൾ ഒന്നാമത്തേത് സയ്യന ലഹും الشيطان. ഓർക്കണം. അതായത് വലഖദ് അർസൽനാ ഇലാ ഉമമി മിൻ ഖബലിക, മുമ്പ് മുൻ സമുദായങ്ങൾക്കൊക്കെ നാം ബോധനം നൽകിയിട്ടുണ്ട്. ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും നാം അവരെ പിടികൂടിയിട്ടുണ്ട്. എന്തിനായിരുന്നു അറിയോ? ലഅല്ലഹും യതളറഊൻ, അവർ വിനയാന്വിതരാകാൻ വേണ്ടിയായിരുന്നു. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ, അങ്ങനെ ശിക്ഷ വന്നെത്തിയപ്പോൾ ഫലൗലാ ഇദ് ജാഅഹും, അങ്ങനെ എന്തുകൊണ്ടാണ് അവർ വിനയാന്വിതരായി മാറാതിരുന്നത്? എത്ര കണ്ടിട്ട് അവർ പഠിച്ചില്ല. ഒരാക്കൻ എന്നാൽ കസത്ത് കുരുവും, അവരുടെ ഹൃദയങ്ങൾ എന്തായി? കടുത്തുപോയി. അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ശൈത്താൻ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. ശൈത്താൻ പിന്നെ ഒരു വസ്വാസം ഉണ്ടാക്കി പോണ സാധനം ആരും വിചാരിച്ചു വെക്കണ്ട. ശൈത്താൻ, അത് ചില പ്രവർത്തനങ്ങളെ ശൈത്താൻ ഇങ്ങനെ അലങ്കാരാക്കി കാണിച്ചു തരാം. അതിലെ ഒരു ഉദാഹരണം പറഞ്ഞാല്, പിന്നെ ഈ രഹസ്യ ജീവിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഒരു മനുഷ്യന്റെ രഹസ്യ ജീവിതം ശുദ്ധമായാൽ സ്വാഭാവികമായും പരസ്യ ജീവിതം ശുദ്ധമാവും. ശരിക്കും ശ്രദ്ധിക്കണം പറഞ്ഞത്. ഒരാളെ പരസ്യ ജീവിതം ശുദ്ധമായതുകൊണ്ട് രഹസ്യ ജീവിതം അയാൾ നന്നാവണമെന്നില്ല. അതേ സമയത്ത് രഹസ്യ ജീവിതം ഒരാൾ ശുദ്ധമാണെങ്കിൽ സ്വാഭാവികമായും അവന്റെ പരസ്യ ജീവിതവും
ശുദ്ധമാണ്. ഇപ്പൊ സ്വകാര്യ ജീവിതമാണ്, രഹസ്യ ജീവിതമാണ് അള്ള വിചാരണക്ക് എടുക്കുക. യൗമ തുബുല സറായിർ, മനസ്സിലായി പറഞ്ഞേ. അപ്പം രഹസ്യ ജീവിതത്തിൽ പരിശുദ്ധിയും ശുദ്ധിയും പാലിക്കണമെങ്കിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ചില കാര്യങ്ങൾ അലങ്കാരമായിട്ട് ശൈത്താൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിടാൻ തോന്നുന്നില്ല. ചില കാര്യങ്ങളെ മനസ്സിലേക്ക് അങ്ങനെ വല്ലാതെ ചില നമുക്കറിയാം അത് പാടില്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, കാണാൻ പാടില്ലാത്ത കാര്യമാണ്, കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ശൈത്താൻ അലങ്കാരമാക്കിയാൽ, അലങ്കാരമാക്കുന്നൊരു സംഗതി തുടങ്ങിയോട്ട് നിൽക്കൂല. അതിന്റെ ഗൗരവം അങ്ങനെ. അതെന്താ ഉണ്ടാവുന്ന അറിയോ? അത് വർദ്ധിച്ചു വരെ ചെയ്യും. ഒരു ഉദാഹരണത്തിന്, ഒരാള് കള്ളുകുടി തുടങ്ങിയാല് അയാൾക്ക് ഇന്ന് കുടിച്ചതിനേക്കാൾ കുറച്ചും കൂടി നല്ല ബ്രാൻഡ് കുടിക്കാനേ തോന്നുള്ളൂ. നാളെ കുറച്ചും കൂടി ലഹരി കൂടിയത് കുടിക്കാനേ തോന്നുള്ളൂ. പിന്നെ ഇന്ന് കുടിച്ചത് അതിനേക്കാൾ കുറച്ചും കൂടി കുടിക്കാൻ തോന്നുള്ളൂ. ഇങ്ങനെ കൂടി 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 വരും. മനസ്സിലായി? പാപ്പാന്റെ പോക്കറ്റിൽ 10 രൂപ എടുത്ത് തുടങ്ങിയ മകൻ കളവ്, ഇന്ന് 10 രൂപ എടുത്താൽ ആ 10 രൂപ നിൽക്കൂല, നാളെ 100 എടുക്കും. മനസ്സിലായില്ലേ? മുതലാളിന്റെ കാഷ്യറിൽ നിന്ന് 100 രൂപ എടുത്ത് തുടങ്ങിയ തൊഴിലാളി 100 രൂപ നിർത്തൂല. ഇന്ന് 100 രൂപ എടുത്ത് നാളെ 1000 രൂപ എടുക്കും, 2000 രൂപ എടുക്കും, പിന്നെ അത് 5000. അങ്ങനെ കയറി 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 പോകും. ശരി, ഒരു കാണാൻ പാടില്ലാത്ത അശ്ലീലം കണ്ടവൻ ഇന്ന് കണ്ടതിന്റെ വ്യത്യസ്തമായ നാളെ കാണാൻ തോന്നും. അതിനേക്കാൾ വ്യത്യസ്തമായത് പിറ്റേത് കാണാൻ തോന്നും. കണ്ടതിൽ നിൽക്കൂല, അതിനേക്കാൾ മുന്തിയത് ഇങ്ങനെ കാണാൻ തോന്നും. വ്യഭിചരിച്ച് ശീലിച്ചവന്, തുടങ്ങിയവന് ഇന്ന് കിട്ടിയതല്ല, കുറച്ചും കൂടി നല്ലത്, കുറച്ച് അതിനേക്കാളും നല്ലത്, വീണ്ടും അതിനേക്കാളും നല്ലത്, അങ്ങനെ 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 പോകും. അപ്പൊ ഏതൊരു കാര്യവും ശൈത്താൻ എന്താക്കി കൊടുക്കും? അലങ്കാരമാക്കി കാണിക്കും. അവസാനം എന്താ ഉണ്ടാകുക? കസത്ത് കുരുക്കും, ഹൃദയം ചെയ്യും എടുക്കും. വലിയ ദിക്റുകളുണ്ടാവില്ല, പിന്നെ ദിക്കില്ല, അള്ളാഹിനെ പറ്റി ഓർമ്മ. പഠിച്ചവൻ എനിക്കിത് പാടില്ലാത്തതാണ്, ഞാൻ കാണാൻ പാടില്ലാത്തതാണ്, കേൾക്കാൻ പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതാണ് ദിക്റുള്ള. അതിൽ നിന്ന് അകന്നു പോകും. അകന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവന്റെ ഹൃദയം എന്തായി പോകും? കടുത്തു. അതാണ് ചെയ്യാനുള്ള വിഷയം. അങ്ങനെ പിന്നെ ആ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല, തഖ്വ ഉണ്ടാവില്ല, ഖുശൂ ഉണ്ടാവില്ല. ഒരു മനുഷ്യന്റെ മനസ്സ് ലോലമാകല്, ഇൻഷാല്ലാഹ് പറയാൻ പോകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ, അത് അടുത്ത ആയത്ത് വരാൻ പോണതാ, സുബർല പഠിക്കാൻ പോണ. ഒരു മനുഷ്യന്റെ ഹൃദയം ലോലമാകൽ എന്തുകൊണ്ടാണ്? തലീന ജുലൂദുഹും. കസത്ത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ അറിയോ? കസാ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ലാന എന്നാണ്. ലാന, കസാ എന്നുള്ളതിന്റെ വിപരീതം ലാന എന്നാണ്. അതിന് വരാൻ അടുത്ത ആയത്തിൽ വരാൻ പോണേ. തലീന കുലൂബുഹും, ഹൃദയം ലോലമാകും, മയപ്പെടും, കട്ടി കുറയും. കട്ടി കുറഞ്ഞ ഹൃദയം, കട്ടി കൂടിയ ഹൃദയം, കാസ്യത്തെ കുരുപത. ഹൃദയം കട്ടി കുറക്കാൻ എന്താ വേണ്ടി എന്നുള്ളതാണ്. അപ്പൊ ഈമാന് പോകും, തത്വവും ഖുശൂവും ഒക്കെ പോയി 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 അവസാനം ഇതിലിങ്ങനെ മനസ്സ് കടുത്ത് വന്ന് ആ രൂപത്തിലേക്ക് പോകും. അപ്പൊ ഒന്നാണ് ചെയ്യാനോ മാതാനോ. ബാക്കി നോക്കി എല്ലാ വാതിലും ഞാൻ തുറന്നു കിട്ടിയവരെ. അവന് നാം നൽകിയ ആ ഉത്ബോധനം ദിക്ർ അവൻ മറന്നപ്പോൾ എല്ലാ വാതിലും തുറന്നു കിട്ടി. എന്നാല് കട്ട് 100 കെട്ട് ആരും അറിഞ്ഞില്ല, 1000 കെട്ടിട്ടും ഒരു പ്രശ്നമില്ല, ആരും അറിഞ്ഞില്ല. നല്ലോണം മദ്യപിച്ചിട്ടും റൂമില് ഒറ്റക്കാണ്, ആരും കാണില്ല, ആരും അറിഞ്ഞില്ല. എല്ലാ തുല്യാസം ചെയ്യണ്ട, പക്ഷെ ഒന്നും ആരും അറിഞ്ഞില്ല. ഒക്കെ ഓനെങ്ങനെ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കണം, അങ്ങനെ ആ വഴിക്ക് അങ്ങനെ പോവാണ്, ഒരു പ്രശ്നമില്ല. അവസാനം പെട്ടെന്ന് പടച്ചം പിടികൂടി. അപ്പോൾ അതാ നിരാശ ബാധിച്ചവനായി അവൻ മാറുകയും ചെയ്തു. ശരി, അടുത്തത് സൂറത്ത് ഹദീദ്. സൂറത്ത് ഹദീദ് 57 16.
വായിക്കട്ടെ. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അലം യഅനി ലില്ലദീന ആമനൂ, ഈമാനുള്ളവർക്ക് സമയമായില്ലയോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് മടങ്ങി വരാൻ, ഭയപ്പാടുള്ളവരായി മാറാൻ, വമാ നസല മിനൽ ഹഖ്, അല്ലാഹ് സത്യമായി ഇറക്കിയ ഈ വേദഗ്രന്ഥത്തിലേക്കും ഖുർആനിലേക്കും മടങ്ങി വരാൻ ഇനിയും സമയമായില്ലയോ? ഹൃദയത്തിനെ കട്ടി കുറക്കുന്ന സാധനം അല്ലാഹുവിന്റെ കിതാബാണ്. അതെ, മടങ്ങി വരാൻ സമയമായില്ലേ എന്ന്. ഇനിയും പരീക്ഷയിൽ ഇരിക്കാണെന്നാ ചോദിക്കണത്. ഇനിയും ജോലി തിരക്കൊന്നും കഴിഞ്ഞിട്ട് ഖുർആൻ പഠിക്കാൻ വരാൻ സമയമായില്ലയോ? ബാക്കി വലായകൂനു, അവരാവാതിരിക്കുകയും ചെയ്യട്ടെ, കല്ലദീന, ഒരു കൂട്ടരെ പോലെ, ഊത്തുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ട, മിൻ ഖബൽ, മുമ്പ്. ആരാ? മുമ്പ് വേഗം നൽകപ്പെട്ട ആൾക്കാരാണ്. ബനി ഇസ്രായേൽ ആണ് വേദഗ്രന്ഥക്കാർ, തൗറാത്തിന് ഇഞ്ചീലിലെ ആൾക്കാർ. അവരെ പോലെ അവർക്ക് എന്താ പറ്റിയത്? ബാക്കി ഫത്വാല അലൈഹിമുൽ അമദു, ഫത്വാല അലൈഹിമുൽ അമദു, കാലഘട്ടം നീണ്ടുപോയി, കാലദൈർഘ്യം ബാധിച്ചു. കാലദൈർഘ്യം എന്നത് ഹൃദയത്തെ കടുക്കൂട്ടാണ്. കാലദൈർഘ്യം ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കുന്നതാണ്. ഇത് ശരിക്കും ഒരു വിഷയമായിട്ട് നമുക്ക് പറയാൻ സംഗതിയാണ്. ഹൃദയ കാഠിന്യത്തിനുള്ള കാരണം, ഹൃദയത്തിന്റെ കാഠിന്യവും ഹൃദയത്തിന്റെ നന്മയിലും രണ്ടും പറയാം. എന്തുകൊണ്ട്, എങ്ങനെ ഹൃദയം കഠിനമാവും, എങ്ങനെ ഹൃദയം സോഫ്റ്റ് ആവും, രണ്ടും പറയാം. ഇവിടെ കാലദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഇവരെന്താ പറഞ്ഞത്? വേദഗ്രന്ഥത്തിന്റെ ആൾക്കാർ, തൗറാത്തും ഇഞ്ചീലിന്റെ ആൾക്കാർ എന്താ പറഞ്ഞത്? പഠിക്കുക, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കുക. അതിങ്ങനെ പഠിച്ച ആൾക്കാർ മൗലവിമാരും പണ്ഡിതന്മാരുണ്ടാവും. ഓര് പറഞ്ഞോളൂ. ഓർക്ക് വിട്ടു. സാധാരണക്കാർ എന്താക്കിയില്ല, അത് പഠിക്കാൻ തയ്യാറായില്ല. അവസാനം എന്താക്കി? പുരോഹിതന്മാര് അവര് മനസ്സുണ്ടാക്കിയ പൗരോഹിത്യം പുരോഹിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ഹലാല് ഹറാമാക്കി, ഹറാം ഹലാലാക്കി. അങ്ങനെ വേദഗ്രന്ഥത്തിൽ മാറ്റം വന്ന് നമ്മളെ ആൾക്കാരെ പോലെ തന്നെ അവരും മാറ്റം വരുത്തി. അപ്പൊ ഇവര് പഠിക്കാന്ന് പറഞ്ഞാക്കി ഇവർക്ക് ഒഴിവിട്ടില്ല. കാലം അങ്ങനെ നീണ്ടുപോയി. നാളെ അടുത്ത ആഴ്ചക്കാം, ഞാൻ എന്തായാലും വരാം. ചില ആൾക്കാർ അങ്ങനെ വിളിച്ചു നോക്കിയാൽ നിങ്ങൾ ഖുർആൻ ക്ലാസ് വിളിച്ചു നോക്കേണ്ടി, ഇത് തുടങ്ങി അന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല, അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. അടുത്ത ആഴ്ച വരാം, പിന്നത്താഴ്ച വരാം, അടുത്ത ചെറുതായാലും വരും. അപ്പോൾ ഒരു കൊഴിവ് അതിൻ്റെ തിരക്കുണ്ടാവും. അങ്ങനെ കാലം ഇങ്ങനെ നീണ്ടു പോവാണ്. വല്ലാതെ കാലം ഉണ്ടാവില്ലല്ലോ ഭൂമിയിൽ. വല്ലാതെ കാലം ഭൂമിയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അബ്ദുറഹീം അതിന് മോഹൻ. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു, മുഹമ്മദ് മൗലവി. ഈ പണ്ഡിതനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. 102-ാമത്തെ വയസ്സായി. 102-ാമത്തെ വയസ്സാണ്. അപ്പോൾ പിന്നെ ഈ റഹീമദിന്റെ മകനെ നിക്കാഹ് കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച മുമ്പ്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ മൗലവി പന്തലുണ്ട്. 102-ാമത്തെ വയസ്സിലും നല്ല ആരോഗ്യത്തോടു കൂടി 102-ാമത്തെ വയസ്സിലും സുബഹിക്ക് വരെ പള്ളിക്ക് ജമാഅത്തിന് നടന്നു പോകും. മക്കൾക്ക് വലിയ കാലൊക്കെ ഉണ്ട്, പക്ഷെ മക്കളെ കാലമൊന്നുമല്ല, നടന്നാ പോകും. പള്ളിക്ക് നടന്നാ വീട്ടിലേക്ക് വരിക. 102 വയസ്സുണ്ട് മൗലവിക്ക്, മുഹമ്മദ് മൗലവി. അപ്പോൾ പിന്നെ കല്യാണത്തിന് 3 ആഴ്ച മുമ്പ്, അപ്പം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച മരിച്ചു. അപ്പോൾ കല്യാണ പന്തലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞേ, മോനെ എനിക്ക് 102 വയസ്സായി. എന്നോട് പറഞ്ഞ 102 വയസ്സായി, പക്ഷേ അദ്ദേഹത്തെ വാക്കിൽ വന്ന് അശീയത്തിൻ്റെ അങ്ങനെ എന്നോട് പറഞ്ഞേ. ഒരു വേണം, നന്നായിട്ട് സംസാരിക്കും, നല്ല ഭാഷ അറിയാൻ, നല്ല പണ്ഡിതനാണ്. അശീയത്തിന് എന്നുള്ള ഖുർആനിൽ ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ 102 കൊല്ലം ഭൂമി ജീവിച്ചിട്ട് മൗലവി പറയാണ്, രാവിലെ കുറച്ച് സമയം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്, വൈകുന്നേരം കുറച്ച്. അതാണ് അശീയത്തിന് എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് സമയം, വൈകുന്നേരം കുറച്ച് സമയം. ഞാൻ രാവിലെ വൈകുന്നേരം കുറേ സമയം മാത്രമേ ഭൂമിയിൽ ജീവിച്ച പോലെ എനിക്ക് തോന്നിയിരുന്നത്. 152 കൊല്ലം ജീവിച്ച മൗലവി പറഞ്ഞു. നമ്മളൊക്കെ അവസ്ഥ എന്താ? അപ്പൊ എല്ലാതൊന്നും ഉണ്ടാവില്ല കാലം. എത്ര ദീർഘമാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ എന്തായി, ഹൃദയം ഇങ്ങനെ കാലഘട്ടം നീണ്ട് അങ്ങനെ പോയി നോക്കി പറഞ്ഞ് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ പറയും, പഠിച്ചവനെ സമയം മതിയായിട്ടില്ല, എനിക്ക്
ഇനി ഞാൻ എന്നെ തിരിച്ചയക്കാനും നല്ലോണം ചെയ്തോളാം. പക്ഷെ അള്ള പറഞ്ഞു ഓൻ അപ്പൊ വിട്ടാൽ വളരെ ജീവിലാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞതാ ഇനി അങ്ങനെ ചെയ്ത് വിചാരിക്കാം വിടൂല, ഒരു നിമിഷം നേരം പരിപാടില്ല. അല്ലാഹു കരിമത്തിനോ കാര്യം വെറും ഭർത്താനാവാൻ പറഞ്ഞത് വളരെ വാക്യ ഖുർആനിലെ വെറും ഭർത്താനാണ്. ഇപ്പണ്ട് വിട്ടുന്നായിക്കോട്ടെ കുറച്ചുകൂടി നീട്ടി തരാന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? ആദ്യത്തെ പോലെ തന്നെ ജീവിക്കൊള്ളൂ. അല്ല കരിമത്തിന് പോവാൻ കാണിക്കുക. അപ്പൊ പിന്നെ ഇങ്ങനെ കാലഘട്ടം നീണ്ടുപോയി അവസാനത്തിന് സമയമില്ലാതെ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അവസാനം വിലപിച്ചിട്ട് പറയും പഠിച്ചവനെ ഞാൻ പലതും വിട്ടേച്ചു പോയല്ലോ, ചെയ്യേണ്ട കാര്യം ചെയ്തില്ലല്ലോ, എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്ന് വിലപിച്ചു കൊണ്ട് പറയും. പിന്നെ അങ്ങനെ ഹൃദയങ്ങൾക്ക് അടുത്തുപോയി കാലം. ഭൂരിപക്ഷം പേരും തോന്നിയവാസികളാണ്, ദുർമാർഗികളായി തീരുന്നു. അങ്ങനെ ദുർമാർഗത്തിലേക്ക് അവൻ അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ശരി, അപ്പൊ ഇതും ഒരു എന്താണ് ഫസത്ത് കുലുബിന്റെ വിഷയമാണ് പറഞ്ഞത്. ഇനി അടുത്തത് മാഹിദ മറിക്കുക. മാഹിദ 5-ാമത്തെ അധ്യായം, മാഹിദയിലെ 13. ആകത്തൊക്കെ 6:25 മാഹിദയിലെ 13. وبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم فاعف عنهم واصفح إن الله يحب المحسنين. ഇതാണ് വിഷയം. മുനാഫിഖീങ്ങളാണ്. നിഫാഖ് വന്നാൽ എന്തുണ്ടാകും? ഹൃദയം കടുത്തു പോകും. പിന്നെ ഹജ്ജിൽ 22 മറിക്കാം. 22 ഹജ്ജിൽ 22-ൽ 53. ഹജ്ജിലെ 53-ാമത്തെ നേരത്തെ പറഞ്ഞ ഷെയ്ത്താനുമായി ബന്ധപ്പെട്ടതിനാണ്. ഹൃദയത്തിൽ അള്ളാഹു തആല ഒരു തരം രോഗം കൊടുക്കുകയാണ്. ആ രോഗമാണ് ഹൃദയം കടുക്കാൻ കാരണം. ആ രോഗം എന്തൊക്കെയാണ്? ഷിർക്ക്, കുഫ്ർ, നിഫാഖ്, ഫുസൂഖ്, 4 രോഗം. അപ്പൊ ആ 4 രോഗങ്ങൾക്കാൽ ഹൃദയം കടുത്തു പോകും. അതാണ് ഖുലൂബിഹിം മറദൻ ഫസാദഹുമുല്ലാഹു മറദ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത 39, 22 അതാണ് നമ്മൾ പഠിച്ച ആയത്ത്. 29, 32 നമ്മൾ പഠിച്ച ആയത്ത്. ഈ 3 ആയത്തുകളാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഖാസിയത്ത് ഖുലൂബ് എന്ന് പറഞ്ഞതാണ്. ഇനി ഫവൈലുൽ ഖാസിയത്ത് ഖുലൂബുഹും മിൻ ദിക്രില്ല. എന്താണ് ദിക്റുള്ള? അതുകൂടി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹൃദയത്തെ ഏത് സമയത്തും ദിക്റുള്ള കൊണ്ട് ഇങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരിക്കണം. ഫവൈലുൽ ഖാസിയത്ത് ഖുലൂബുഹും മിൻ ദിക്രില്ല. ദിക്റുള്ളയിൽ നിന്ന് അകലുമ്പോഴാണ് ഹൃദയത്തിന്റെ കാര്യം ഉണ്ടാവുക. അതുകൊണ്ട് ഏത് സമയത്തും ഹൃദയത്തെ ദിക്റുള്ള കൊണ്ട് ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം അയ്യാമത്തെ ശരീക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. പിന്നെ ഈ ദുൽഹജ്ജ് 11, 12, 13 വദകുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫദകുറുല്ലാഹ അയ്യാമിൻ മഅദൂദാത്ത്. പിന്നെ അതിൽ തന്നെ അറഫാത്തിൽ പറഞ്ഞു മശ്അരിൽ ഹറാം
മുസ്ദലിഫയിൽ പറഞ്ഞു ഫൈദ അഫ്ദതും മിൻ അറഫാത്തിൽ ഫദ്കുറുല്ലാഹ് ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അരിൽ ഹറാം എന്ന മുസ്ദലിഫാണ്. അവിടൊക്കെ ഓർക്കണം. ഫൈദ ഖദൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ്. ഹജ്ജിന്റെ പരികർമ്മങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങളും പരികർമ്മവും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞു. അർത്തു എത്ര ആളിനെ അർത്ഥം ഇവിടെ ആളിനെ കറുത്തു. അപ്പൊ ഇതൊക്കെ അറുത്ത് കഴിഞ്ഞാൽ അതെന്താ പറഞ്ഞത്? ഫദ്കുറുല്ലാഹ്. അയ്യാമത്തെ ശരീക്കുന്ന എന്താ? അയ്യാമത്തെ ശരീക്കുന്ന നിർവചനം എന്താ? 10 ദിവസം. അയ്യാമത്തെ ശരീക്ക് അതൊക്കെ 10 വിടോ? 11, 12, 13 കഴിഞ്ഞു. അസുഖോട് കൂടി കഴിഞ്ഞു അയ്യാമത്തെ ശരീക്ക്. അയ്യാമത്തെ ശരീക്ക് എന്ന് പറഞ്ഞാൽ അയ്യാമു അഖിലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സ വജൽ. അതാണ് അയ്യാമത്തെ ശരീക്ക്. അയ്യാമത്തെ ശരീക്ക് എന്ന് പറഞ്ഞാൽ അയ്യാമു അഖിലിൻ വശുർബിൻ, തിന്നാ കുടിക്കുക. ഈ 3 ദിവസം നല്ലോണം തിന്നണം. നമ്മുടെ ചില ഈ നാറ്റുവേല എന്നൊക്കെ പറഞ്ഞു ചില ഇതുണ്ടായിരിക്കും, എന്താ പറയാ, പിന്നെ കർക്കിടകത്തിൽ അങ്ങനെ എന്തൊക്കെ ഒരു ചികിത്സയും ഭക്ഷണത്തിന് അതൊക്കെ ഒരു ഇതില്ലേ അല്ലേ? നിങ്ങൾക്ക് അറിയില്ല ശിഖ എന്താ ഒരു ഏതൊരു നാസറൊക്കെ നല്ലോണം തിന്നാ തലങ്ങ് പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലില്ല അങ്ങനത്തെ അല്ലേ? ഉണ്ട് അങ്ങനത്തെ ആയുർവേദ ചികിത്സയും ഇതൊക്കെ നല്ലോണം തിന്നിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചാൽ അല്ലേ ശരീരത്തിൽ പിടിക്കും. അങ്ങനത്തൊക്കെ കോഴിനെ ആടിനൊക്കെ നിന്ന പരിപാടി. അപ്പൊ അയ്യാമത്തെ ശരീരത്തില് ലാ യസൂമന്നാണ്, ഒരിക്കലും നോമ്പ് എടുക്കാൻ പാടില്ല. നോമ്പ് ഹറാമാണ്. അഖിലും പശുവിന് നല്ലോണം തിന്നാൻ കുടിക്കുക. തിന്നേണ്ടതാണ് നല്ല ഉദയത്തിന്റെ ഇറച്ചി നല്ലോണം തിന്നാൻ. വീട്ടിന്റെ നോമ്പ് ഈ ദിവസം വിട്ടാൻ പാടില്ലല്ലോ. വീട്ടിലെ നോമ്പ് വേറെ ദിവസം വേണ്ടല്ലോ. ഹറാമാകിയ ദിവസം നമ്മൾ വിടാൻ പാടില്ല. പെരുന്നാളിന്റെ നോമ്പ് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ അയ്യാമത്തെ ശരീരം തന്നെ. അപ്പൊ പിന്നെ നല്ലോണം തിന്നാനാ പറഞ്ഞത്. നല്ലോണം തിന്നണം. ഉദയത്തിന്റെ മാംസം നല്ലോണം തിന്നാം, ഇറച്ചി നല്ലോണം തിന്നാം. ഒരു അസുഖം ഉണ്ടാവില്ല. ഒരു അസുഖം ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ ചികിത്സ തുടങ്ങി ഇറച്ചി മാത്രം തിന്നാം. എന്താ പേരുണ്ട്? ശരിക്കുള്ളത് എനിക്കറിയാം. എന്റെ 97 കിലോ ഉള്ള എന്റെ കൂടുതലും ഒരു മാഷുണ്ട്, ഫൈസൽ മാഷ്. മൂപ്പരിപ്പോ 60 കിലോ കണ്ടതിന് അറിയില്ല. ഇറച്ചി മാത്രം തിന്നാം, വേറെ തിന്നില്ല. ഇറച്ചി അത് നല്ലോണം നല്ല പിന്നെ വെളിച്ചെണ്ണ, മറ്റേ വെളിച്ചെണ്ണ പറ്റില്ല കേട്ടോ. ഈ 1 പാക്കറ്റ് 2 പാക്കറ്റ് ഫ്രീ എന്നുള്ള അത് പറ്റില്ല. ആട്ടിയ വെളിച്ചെണ്ണ, നല്ല നെയ്യ് നല്ല വെളിച്ചെണ്ണയിൽ ഇറച്ചി പൊരിച്ചിട്ട് കോഴി പറ്റില്ല. ആടും പോത്തും, പോത്തി എരുമ, മാട് അതിന് എരുമ അത് മാത്രം തിന്നാൻ. രാവിലെ 2 കോഴിമുട്ട പിന്നെ തിന്നാൻ. അത് പിന്നെ തിന്നാ. പിന്നെ ഉച്ചക്ക് രാത്രിയൊക്കെ ഇത് മാത്രം തിന്നാം. ഇറച്ചി മാത്രം തിന്നാം. നല്ല ഊർജ്ജസ്വലത ഉണ്ടാവും, നല്ല ഉന്മേഷം ഉണ്ടാവും. പിന്നെ ഷുഗറൊക്കെ പറ്റ താഴ്വിട്ട് ഉണ്ടാവും. കൊളസ്ട്രോൾ കുറെയൊക്കെ കുറയും. പക്ഷെ അതിന്റെ കൂടുതൽ മറ്റു പറ്റില്ല. ഇറച്ചി പത്തി പറ്റില്ല. അരി ഭക്ഷണം പറ്റില്ല. ഗോതമ്പ് അതൊന്നും പറ്റില്ല. അങ്ങനത്തെ സാധനങ്ങൾ പറ്റില്ല. വെറും ഇറച്ചി മാത്രം തിന്നോക്കി നല്ല. ഞാൻ അതിനകത്താണ് സംഭവം ഞാൻ എനിക്ക് അനുഭവത്തിലുണ്ടാവാറുണ്ട്. പലരും കണ്ട് അനുഭവത്തിലുണ്ടാവാറുണ്ട്. നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇറച്ചി മാത്രം. ആടും പോത്തും നല്ലോണം. അതിപ്പോ ആണെങ്കിൽ ഇപ്പൊ ഈ പല ആൾക്കാരും പോലും പറഞ്ഞ ഞങ്ങൾക്ക് ഈ വലിയൊരുന്നാണ് നല്ല ആഘോഷമാണ്. നല്ലോണം അത് മാത്രം നല്ല വെളിച്ചെണ്ണയും പൊരിച്ചിട്ട് നിന്നാണ്. പൊരിച്ചോ കരിച്ചോ വെക്കാന്നില്ല, നല്ലോണം പൊരിച്ചു. തടിയൊക്കെ വളരെയധികം കുറഞ്ഞ് വളരെ പാകം കൊടുക്കണം. അപ്പൊ അയ്യാമ അത്തിരി പശുറുപ്പി തീറ്റയും കൂടിയാണ് ഈ അയ്യാമത്തെ ശരീരം. അപ്പൊ ആ തീറ്റയും കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഉദയത്തിന്റെ മാംസം തിന്നാനാണ്. ഉദയത്തിന്റെ മാംസം നമ്മൾ മാംസം 3 ഓഹരിയാക്കിയിട്ട് 3-ൽ 1 നമുക്ക് തിന്നാളതാണ്. 2 ഓഹരി കൊടുക്കുക, പാവങ്ങൾക്ക് കൊടുക്കുക. വരണവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. ഇനി വരണവരില്ലെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാം, പുറത്തയക്കാം. 1 ഓഹരി അതില് പിന്നെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് നല്ലത് എടുക്കാന്നാ പറഞ്ഞത്. നല്ല ഇറച്ചി നോക്കിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാതെ എടുക്കാൻ പാടില്ലല്ലോ, അങ്ങനൊന്നുമില്ല. നല്ല നോക്കിയിട്ട് നല്ല കരിനാക്കും കത്തനും കരളൊക്കെ ഉള്ള നല്ല സാധനങ്ങൾ ഒക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. കാരണം മോശപ്പെട്ട് കൊടുക്കണമെന്നല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കും മോശപ്പെട്ട് കൊടുക്കണമെന്നല്ല. നല്ല സാധനങ്ങൾ എടുക്കണേന്ന് തരാറൊന്നും ഞാനാ പറഞ്ഞത്. നല്ലോണം ഭക്ഷിക്കാന്ന് പറഞ്ഞാല് ഇത് ഒരു നേർച്ചാക്കിയത് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല.
നമ്മളൊരു ഇപ്പൊ അക്കീഖ അറുത്തു, ഉദയ്യത്ത് അറുത്തു എങ്കിൽ അതിന്റെ രണ്ടിന്റെ മാംസം എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഓഹരി നമുക്ക് എടുക്കാം, 2 ഓഹരി വിതരണം ചെയ്യാം, കൊടുക്കാം, സ്വതക്ക കൊടുക്കാം. അതേ സമയത്ത് നമ്മൾ നേർച്ചയാക്കി ഒരു അറവ് എന്ന് പറഞ്ഞത് ഒരു നല്ല അമൽ സ്വലയത്തെ പണ്ട് സംഗതിയാണ്. അപ്പൊ നമ്മൾ സുന്നത്തായ കാര്യം നേർച്ചയാക്കിയാൽ എന്താവും, നിർബന്ധമാവും. അതല്ല അറിയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ മാംസം ചെയ്യാൻ പാടില്ല, നമുക്ക് എടുക്കാൻ പാടില്ല, ഫുള്ള് വിതരണം ചെയ്യണം, ഒന്നും എടുക്കാൻ പാടില്ല. അതേ സമയത്ത് അക്കീഖ ഉദയ്യത്തിലൊക്കെ ഒരു വിഹിതം നമുക്ക് എടുക്കാം, തിന്നാം, ഭക്ഷിക്കാൻ യാതൊരു തിരക്കില്ല, കുട്ടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പൊ തീറ്റയും കൂടി. പിന്നെ അയ്യാമത്തെ ശരീക്ക് അയ്യാമത്തെ ശരീക്ക് യോമ അക്കിരിം വശുറുബിൻ, അത് പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയാം. മൂന്നാമത്തത് അതിന്റെ കൂടെ അല്ലാഹുവിനുള്ള ദിക്റിന്റെ ദിവസങ്ങളും കൂടിയാണ്. അപ്പൊ ദിക്റുള്ള നിരന്തരമായിട്ട് നമ്മളെ ദേവത്തൊക്കെ എന്തിനാ, എല്ലാ ദേവാപ്രവർത്തനം എന്തിനാ? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. മൂസാ നബിനെ അള്ളാഹു എന്തിനാ പറഞ്ഞത്? ദാഹിയായിട്ടാണ്, ദേവത്തിനാണ്. അങ്ങനെ മൂസാ നബി ഒറ്റക്ക്, കാരണം മൂസാ നബിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മൂസാ നബിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയാന്നല്ല, സംസാര വൈഭവം ഇല്ല എന്ന് പറഞ്ഞാല്. ചില ആൾക്കാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഫൈസൽ മൗലവിന്റെയും ഹുസൈൻ സലഫിന്റെയും പ്രഭാഷണം ഒരേപോലെ അല്ലല്ലോ. രണ്ട് തരണ്ട് തരത്തിലുള്ളതാണ്. അപ്പം അത് ചില ആളുകൾക്ക് എന്തുണ്ടാവും, നല്ലോണം സുന്ദരമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു നാവിന് പിടുത്തുണ്ടാവും, അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ മൂസാ നബി അല്ലാഹുവോട് പറഞ്ഞു, അശ്രിഖ് അംരി, എന്റെ ഈ കാര്യത്തിൽ, എന്റെ ഈ കാര്യം അംരി എന്ന് പറഞ്ഞാൽ ദേവത്താണ്, അതിൽ എനിക്ക് നീ ആരും കൂടി കൊണ്ടാ, ഹാറൂൻ നബിയും കൂടി എന്റെ പങ്കാളിയാക്ക്, എന്നാൽ എനിക്ക് കൂട്ടായിട്ട് ഒരാളെ കൂടി കൊണ്ടു. എന്തിനാണ്? കൈ എന്തിനാണ് കൈ നടന്നത്? വേണ്ടി. എന്തിനാണ് പങ്കാളി? എന്റെ ഈ അംറ് എന്ന് പറഞ്ഞ അംരി എന്ന് പറഞ്ഞില്ലേ മൂസാ നബി, ആ അംറ് ഏതാണ്? ദേവത്താണ്, എളുപ്പാക്കിക്കൊണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ നീ എനിക്ക് ആരെ പങ്കാളിക്കൊണ്ട? ഹാറൂൻ നബിയെ. എന്തിന്? കൈ നിന്നെ ധാരാളമായി തസ്ബീഹ് ചെയ്യാൻ, നിന്നെ ധാരാളമായി ദിക്ർ ചെയ്യാൻ, ഇന്നക കുൻത ബിനാ ബസീറ, നീ ഞങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ കണ്ടറിയുന്നവനാകുന്നു. അതാ. അപ്പൊ ദേവത്വത്തിനാണ്, ദിക്റിനാണ്, ദിക്റുള്ളയാണ്, ഇതൊക്കെ എല്ലാം ദിക്റുള്ളയാണ്. മൂസാ നബിക്ക് വേണ്ടിയാ പറഞ്ഞത്. അപ്പൊ ദിക്റുള്ള ഏത് സമയത്തും ഇതിന് നിസ്കാരം അഖിമിസ്വലാത്ത ലി ദിക്രി, അഖിമിസ്വലാത്ത ലി ദിക്രി. നിസ്കാരം എന്തിനാണ്? എന്നെ ഓർക്കാനാണ്. എല്ലാ ആരാധനാ കർമ്മങ്ങളും അങ്ങനെ തന്നെ. എപ്പോഴൊക്കെ ഓർക്കണം? നിന്നും ഇരുന്നും കിടന്നും. അല്ലതിന യദ്കുറൂനല്ലാ, അല്ലതിന അല്ലാഹുവിനെ ദിക്ർ ചെയ്യും. എങ്ങനെ? ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബി. എപ്പോഴാന്ന് അറിയില്ല. അഫ്ദൽ ദിക്ർ ഏതാ? അഫ്ദൽ ദിക്ർ ഏതാ? കാരണം ആ ദിക്ർ ചെയ്യുന്ന സമയം എപ്പോഴാ വരാന്ന് അറിയില്ല. നിൽക്കുമ്പോഴാണോ, കിടക്കുമ്പോഴാണോ, ഇരിക്കുമ്പോഴാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലേണ്ടിന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ കണ്ടില്ലങ്ങൾ ഈ കഴിഞ്ഞ ദുരന്തങ്ങൾ ഓരോന്നും ഇരുന്ന് മരിച്ച ആൾക്കാര് ഉറങ്ങി കിടന്ന് ഉറക്കച്ചാട് ഒലിച്ചാട് പോവാണ്, വീടും പറമ്പും ഒരുമിച്ച് ഒലിച്ചാട് പോവാണ് കേട്ടോ. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ മണ്ണ് മാന്തി എടുക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ചളിയിൽ കുതിർന്ന് മണ്ണിൽ നിന്ന് മാന്തി എടുക്കാണ്, കവയുന്ന കിടക്കാണ് ആ രൂപത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് മരിക്കാന്നറിയില്ല, മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും എന്ത് വേണം? ദിക്ർ വേണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. കാരണം വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ദിക്റുല്ലാഹിയാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ. അത് മാറിയാൽ സ്വാഭാവികമായും ഹൃദയം കടുത്തു പോകും. ആരാധനാ കർമ്മങ്ങള് ഇപ്പൊ നിസ്കാരത്തിൽ അല്ലാഹുവിനെ ഓർക്കാനാണ്. പക്ഷെ അല്ലാഹ് പറഞ്ഞു വലാ യദ്കുറുനല്ലാഹ ഇല്ലാ ഖലീല. നിസ്കാരം, ചില നിസ്കാരക്കാരില്ല, അവർ അല്ലാഹുവിനെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. കാമു ഇല സ്വലാത്തി ഇദാ കാമു ഇല സ്വലാത്തി കാമു കുസാല യുറാഊന നാസ വലാ യദ്കുറുനല്ലാഹ വലാ യദ്കുറുനല്ലാഹ ഇല്ലാ ഖലീല, വലാ യദ്കുറുനല്ലാഹ ഇല്ലാ, അല്ലാഹുവിനെ വളരെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. കണ്ടോ? അങ്ങനെ നിസ്കാരം, ഖുശൂഇല്ലാത്ത നിസ്കാരം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വദ്കുർ റബ്ബക ഇദാ നസീത, വദ്കുർ റബ്ബക ഇദാ നസീത. മറക്കുമ്പോഴൊക്കെ
മറക്കുന്ന സമയം ഉണ്ടാവരുത്. അപ്പൊ തന്നെ ഒന്നാൻ എന്ത് ചെയ്യാൻ കൊടുക്കുക. കണ്ട കയറ്റ കയറുമ്പോ കയറ്റ ഇറങ്ങുമ്പോ ഒക്കെ ദിക്റല്ലേ. നിങ്ങൾ സൗദി അറേബ്യ കൂടെ പോയി നോക്കേണ്ടി. മുഴുവനും ഓരോ സന്ദർഭത്തിലും ഏത് യാത്രയിലും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഏത് സന്ദർഭത്തിലും മറ്റുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച് അള്ളാഹിനെ കുറിച്ച് ഓർക്കാം. പിന്നെ ഇനി തിന്മ ചെയ്തു പോയാൽ എന്താ പരിഹാരം? വേഗം അള്ളാഹിനെ ഓർക്കണം. പഠിച്ചോനെ ഞാൻ പാടില്ലാത്തതാണല്ലോ പഠിച്ചോനെ പറഞ്ഞത്, ചെയ്യാൻ പാടില്ലാത്ത ഉടനെ അള്ളാഹിനെ എന്ത് ചെയ്യും? വദുകുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ അള്ളാഹിനെ ഓർക്കുക. അള്ളാഹ് നമ്മളെ ഓർക്കും. കുഫർ അള്ളാഹു ഒരിക്കലും ഒരു അടിമയ്ക്ക് ഇഷ്ടപ്പെടില്ല. ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല അവനെ ഇഷ്ടപ്പെടും. ശരി, ഇനി ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അള്ളാഹനെ ഓർത്താൽ ഹൃദയം നടുങ്ങണം. ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഹൃദയം നടുങ്ങണം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണീർ വന്നിട്ടുണ്ടോ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഒന്ന് ഹൃദയം ബേജാറായിട്ട് ഒരു തസ്ബീഹ് പറയാൻ, ഒരു തഹ്മീദ് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അല്ലാഹുവിന്റെ വാഗ്ദാനത്തെ കുറിച്ച് ഭയപ്പെടണം. ഭയപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് വാഗ്ദാനം ചെയ്യണം? ഖുർആൻ കൊണ്ട് ഓർമ്മപ്പെടുത്തണം. ഏറ്റവും വലിയ പിന്നെ ദിക്ർ ഏതാണ്? ഏറ്റവും വലിയ ദിക്ർ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ. ആ ദിക്ർ ഏതാണ്? ഖുർആൻ. ദിക്റുൽ ഹക്കീം ഏതാണ്? ദിക്റുൽ ഹക്കീം ഏതാണ്? ഖുർആനാണ്. ഫദക്കിർ ഇന്ന ഫഅതി ദിക്ർ. ആ ദിക്ർ ഏതാണ്? ഖുർആനാണ്. വഅൻസൽനാ ഇലൈക ദിക്ര ലിതുബയ്യിന ലിന്നാസ്. ആ ദിക്ർ ഏതാണ്? ഖുർആനാണ്. വഹാദാ ദിക്റു മുബാറകുൻ അൻസൽനാഹു. ആ ദിക്ർ ഏതാണ്? വഹാദാ ദിക്റുൻ വഹാദാ ദിക്റുൻ മുബാറകുൻ അൻസൽനാഹു. ഏതാണ്? ഖുർആനാണ്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആന മുബീൻ. അതേതാ? ഖുർആനാണ്. സാദ് വൽ ഖുർആനി ദിക്ർ. ആ ദിക്ർ ഏതാ? ഖുർആനാണ്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ഏതാണ്? ഖുർആനാണ്. ഹാദാ ദിക്റുൻ വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്. മുത്തഖീങ്ങൾക്കുള്ള ദിക്ർ ഏതാണ്? ഖുർആനാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത് പഠിക്കാൻ പോണത് പിന്നെ വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താൻ ഫഹുവ ലഹു കരീം. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് ആരെങ്കിലും മാറിയാൽ ഒരു ശൈത്താനെ ഏർപ്പാടാക്കി കൊടുക്കുക. ആ ശൈത്താനായിരിക്കും അവന്റെ കൂട്ടുകാരൻ. അപ്പൊ എങ്ങനെയാണ് ഹൃദയത്തിനെ പിന്നെ ലോലമാക്കുക എന്ന കാര്യമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ ആയത്ത് നമ്പറുകൾ നോട്ട് ചെയ്യാൻ വിട്ടിട്ടുണ്ടാണ്. നമ്പറുകൾ ഞാൻ പറഞ്ഞാൽ കേൾപ്പിക്കുക മാത്രമാണ്. നിങ്ങളതൊന്ന് പിന്നെ നോട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് കാര്യങ്ങൾ കേൾപ്പോൾ പറയാം. ഒറ്റ മിനിറ്റ്. ശ്രദ്ധിക്കണം. ذكرى للعالمين، ذكرى للمؤمنين، ذكرى للذاكرين، ذكرى لأولي الألباب، ذكرى لكل عبد منيب، ذكرى للبشر، ذكرى للعابدين. عبادية نركب وربكر ذكر ذكرى ذكرى للعالمين، ذكرى للمؤمنين، ذكرى للذاكرين، ذكرى لكل الألباب، ذكرى لكل عبد منيب، ذكرى للبشر، ذكرى للعابدين. ഇതൊക്കെ ഖുർആനെ പറ്റി പറഞ്ഞു. ശരി, അപ്പോൾ ഖുർആൻ ആകുന്ന ദിക്ർ കൊണ്ടായിരിക്കണം എന്ത് ചെയ്യണത്? ഹൃദയത്തിനെ നമ്മൾ ലോലമാ. അതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പഠിക്കാനുള്ള ആയത്ത്. വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي من يشاء എന്ന് പറയുന്ന വമൻ യുദ്രിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഈ ആയത്താണ് പഠിക്കേണ്ടത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ചത് മറക്കാതെ നമ്മുടെ മനസ്സിൽ അല്ലാഹു തരുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപെടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഇമാമുകളാക്കി സാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ കച്ചവടത്തിലും എല്ലാം അല്ലാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല അവന്റെ കലാം പഠിക്കാനുള്ള അതിനോടുള്ള ഇഷ്ടവും മഹബത്തും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പരലോകത്ത് സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
النار. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.